Hi students, good evening to all. അപ്പോൾ എല്ലാവരും നമ്മുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ഞാനതിന് നാളത്തെ എക്സാം നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൾ ദ ബെസ്റ്റ് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷന് സഹായകമാകുന്ന രീതിയിലുള്ള നമുക്ക് പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അതിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാ ഭാഗത്തുനിന്നുമുള്ള ടോപ്പിക്ക് നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റില്ല, എന്നാൽ കൂടി നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്ന വിധത്തിലുള്ള JEE മെയിൻസിൻ്റെ ലെവലിൽ വരുന്ന കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസൊക്കെയാണ് മുന്നേ നമുക്ക് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും അതെങ്ങനെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത്രയും പഠിത്തമൊക്കെ കഴിഞ്ഞവരായതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡിസ്കഷനിലോട്ട് കയറാം. ഓക്കെ, യെസ്. നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, ദ റെസിസ്റ്റൻസ് R is equal to V/I, where V is equal to 200 plus or minus 5 volt and I is equal to 20 plus or minus 0.2 ampere. The percentage error in the measurement of the resistance is. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്നും വരുന്ന പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എററിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രൊപ്പഗേഷനാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുക. അഡീഷനും സബ്ട്രാക്ഷൻ നടക്കുമ്പോൾ എററിൻ്റെ പ്രൊപ്പഗേഷനും മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ എററിൻ്റെ പ്രൊപ്പഗേഷനും, അത് തന്നെ റൈസ് ടു പവർ, ക്വാണ്ടിറ്റീസ് റൈസ് ടു പവർ വന്നു കഴിഞ്ഞാലുള്ള എററിൻ്റെ പ്രൊപ്പഗേഷനും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് തിയറി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ബ്രീഫ് ചെയ്തോളാം കേട്ടോ. നമ്മൾ എററിൻ്റെ പ്രൊപ്പഗേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് എറർ ഓഫ് ക്വാണ്ടിറ്റീസ് റൈസ് ടു പവർ എന്നും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കുണ്ട്. അതിൽ X is equal to ഞാൻ പറയുന്നു A raised to P, B raised to Q by C raised to R ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എറേഴ്സിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് എററിൻ്റെ ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ എഴുതുന്നതിങ്ങനെയാണ്, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു റൈസ് ടു പവർ വന്നു കഴിഞ്ഞാൽ P ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് Q ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് R ഇൻറ്റു ഡെൽറ്റ സി ബൈ സി എന്ന് പറയുന്നതാണ് എററിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, റിലേറ്റീവ് എററിൻ്റെ രൂപത്തിൽ. നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ത്രൂ ഔട്ട് ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് വരിക പെർസെൻറ്റേജ് എറർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു P ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് എ പ്ലസ് Q ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് ബി പ്ലസ് R ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് സി ആണ്. ഇതാണ് എററിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് എറർ ഓഫ് എക്സ് എന്ന് പറയുന്നത് P ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് എ പ്ലസ് Q ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് ബി പ്ലസ് R ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് സി ആണ്. നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, നമ്മൾ പെർസെൻറ്റേജ് എറർ നമ്മൾ എഴുതാനും പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതാം, P ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ആണ് പ്ലസ്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, Q ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് R ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 ആണ്. ഇത് നമ്മൾ തിയറി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ നമുക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് R ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് എന്താ, R ഈസ് ഈക്വൽ ടു V/I ആണ്. അപ്പോൾ നോക്കിയാൽ ഡിവിഷനാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ റൈസ് ടു പവർ ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി, നമ്മൾ എററിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ തന്നെ വരിക. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എറർ ഓഫ് R എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, പെർസെൻറ്റേജ് എറർ ഓഫ് V പ്ലസ് പെർസെൻറ്റേജ് എറർ ഓഫ് I അല്ലേ, ആണോ? അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിതിങ്ങനെ എഴുതാം, പെർസെൻറ്റേജ് എറർ ഓഫ് R ഈസ് ഈക്വൽ ടു ഡെൽറ്റ V ബൈ V ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ I ബൈ I ഇൻറ്റു 100 ആണ്. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഡെൽറ്റ V എന്ന് പറയുന്നത് വിയുടെ അബ്സല്യൂട്ട് എററാണ് കേട്ടോ. 200 പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എറർ നമുക്കറിയാം 5 ബൈ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 200 ഇൻറ്റു 100 അല്ലേ വരിക, ആണോ? ഇനി പ്ലസ് നോക്കി, അപ്പോൾ ഇത് ഡെൽറ്റ I ബൈ I, ഡെൽറ്റ I എന്ന് പറയുന്നത് 0.2 ബൈ 20 ഇൻറ്റു 100 വരും. പിന്നെ അത് കട്ട് ചെയ്യാമെന്ന് നോക്കിയേ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ 0 തമ്മിൽ കട്ട് ചെയ്ത് കളയാം. പിന്നെ വരുന്നത് 5/2 ആണ്. അപ്പോൾ ഇത് 2.5 വരും പ്ലസ് 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വരിക നോക്കിയേ 0.2 ഇൻറ്റു 10
2/2 വരും, 1 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3.5% എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 3.5% എന്നൊരു ഓപ്ഷൻ ഇല്ലേ നോക്കിയാൽ ഉണ്ടല്ലോ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ചോയ്സ്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ ആ എറർ, പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്ന് പറയുന്ന ഏരിയ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഡയറക്റ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ അബ്സൊല്യൂട്ട് എററും അതിൻ്റെ മെഷേർഡ് വാല്യൂവും കൂടെ ഉള്ള കോമ്പിനേഷനായിട്ട് തന്നിട്ട് നേരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോ ചെയ്തേക്കുന്നത്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് തരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തരാം കേട്ടോ. അവിടെ നമുക്ക് ചിലപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ വിയുടെ പെർസെൻറ്റേജ് എറർ നമുക്ക് തരുന്നു, അതുപോലെ ഐയുടെ പെർസെൻറ്റേജ് എറർ തരുന്നു. എന്നിട്ട് ചിലപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് ഇപ്പോൾ ആറിൻ്റെ പെർസെൻറ്റേജ് എറർ നേരെ ചോദിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ലോ തന്നേക്കുന്നത്. നേരെ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ അബ്സൊല്യൂട്ട് എററും ഡേറ്റയും കൂടെ ഉള്ള കോമ്പിനേഷനായിട്ടാണ് തന്നേക്കുന്നത്. അതിന് പകരം നമുക്ക് പെർസെൻറ്റേജ് എറർ കമ്പോണൻറ്റുകളുടെ നേരെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് തരുന്ന കമ്പോണൻറ്റുകളുടെ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ 2 കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒന്ന് വിയും ഐയും ആണ്. ഈ കമ്പോണൻറ്റുകളുടെ പെർസെൻറ്റേജ് എററിൻ്റെ ഒരു വാല്യൂവും കൂടെ നമ്മൾ നോക്കണം. എപ്പോഴും ഈ പ്രൊപ്പഗേഷൻ ഡയറക്റ്റ്, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. നമ്മളെ ഡയറക്റ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എപ്പോഴും കമ്പോണൻറ്റുകളുടെ എറർ ഒരു <5% വരുന്ന കേസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതായത് ഈ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വിയുടെ പെർസെൻറ്റേജ് എററും ഐയുടെ പെർസെൻറ്റേജ് എററും നമുക്ക് തന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നെങ്കിൽ ഇത് നമ്മൾ നേരെ ഈ രീതിയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പോണൻറ്റിൻ്റെ എറർ <5% ആയിരിക്കണം. അത് ഓർത്തോണം കേട്ടോ. അല്ലെങ്കിൽ അത് മാനുവലായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കമ്പോണൻറ്റുകളുടെ എറർ <5% ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, യെസ്. നോക്കൂ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മെഷറിംഗ് ഡിവൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ യൂസിങ് എ വെർനിയർ കാലിപ്പർ വിത്ത് നോ സീറോ എറർ. It is found that the zero of the Vernier scale lies between 5.1 centimeter and 5.1 centimeter of the main scale. The Vernier scale has a 50 equivalent divisions equivalent to 2.45 centimeter. The 24th division of the Vernier scale exactly coincides with one of the main scale division. The diameter of the cylinder is. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിലിണ്ടറിൻ്റെ ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യുകയാണ്. അങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്ത സമയത്ത് വെർനിയർ സ്കെയിൽ നോക്കിയേ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സീറോ ഓഫ് ദ വെർനിയർ സ്കെയിൽ ലൈസ് ബിറ്റ്വീൻ. അതായത് ഇതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വരച്ച് കാണിച്ചാൽ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ സ്കെയിലാണെന്ന് കരുതിക്കും. ഞാൻ അതിൻ്റെ ഒരു ഭാഗമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് വെർനിയർ സ്കെയിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ വെർനിയർ സ്കെയിലിനകത്ത് നമുക്കറിയാം ഇങ്ങനെ ഡിവിഷൻസ് പോയിട്ടുണ്ട്. ഇത് 0, പിന്നെ ഇങ്ങനെ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇങ്ങനെ പോയേക്കുവാണ്. ഇത് വെർനിയർ സ്കെയിലാണ്. റൈറ്റ്. നമ്മളെ മെയിൻ സ്കെയിലിനകത്തെ നമുക്ക് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വെർനിയർ സ്കെയിലിൻ്റെ 0 എന്ന് പറയുന്നത് 2 ഡിവിഷൻ ഇടയിലാണ്, മെയിൻ സ്കെയിലിൻ്റെ 2 ഡിവിഷൻ ഇടയിലാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് 5.10 സെൻറ്റിമീറ്ററും അടുത്ത ഏതാ? അടുത്തത് 5.15 സെൻറ്റിമീറ്ററിനും ഇടയിലായിട്ടാണ് ഇത് വന്നേക്കുന്നത്. 0 എന്ന് പറയുന്നത് 5.10ക്കും അല്പം കൂടെ മാറ്റി വരയ്ക്കുകയാണ്. 5.10ക്കും 5.15 സെൻറ്റിമീറ്ററിനും ഇടയിലായിട്ടാണ് ഈ 0 വന്നേക്കുന്നത്. മനസ്സിലായോ? വെർനിയർ സ്കെയിലിൻ്റെ 0 എന്ന് പറയുന്നത് 5.10ക്കും 5.15നും ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, നമുക്കിവിടെ മെഷർ ചെയ്യേണ്ടത് ഡയമീറ്റർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. മെഷർമെൻറ്റ് വെർനിയർ വെച്ചെടുക്കുമ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ടാണ്. നമ്മൾ ഇതിനകത്ത് ആദ്യം മെയിൻ സ്കെയിൽ റീഡിംഗ് നമുക്ക് എടുക്കണം. എങ്ങനെ മെയിൻ സ്കെയിൽ റീഡിംഗ് എടുക്കാം? മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വെർനിയറിൻ്റെ 0 ഏതെങ്കിലും ഒരു ഡിവിഷനുമായിട്ട് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ ഇപ്പോൾ അങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഇവിടെ വെർനിയറിൻ്റെ 0 വന്നിട്ടുള്ളത് നമ്മളെ 5.10ക്കും 5.15ൻ്റെയും ഇടയിലായിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? കറക്റ്റ് ഈ വെർനിയറിൻ്റെ 0 കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് എടുക്കേണ്ടത് ഇത് ഏത് 2 ഡിവിഷനുകൾക്കിടയിലാണെന്ന് നോക്കുക. അതിൽ ആദ്യത്തെ ഡിവിഷൻ എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വെർനിയറിൻ്റെ 0 വന്നിരിക്കുന്നത് 5.10ക്കും 5.15നും ഇടയിലല്ലേ മക്കളപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് 5.10 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. അത് ഐഡിയ മനസ്സിലായോ? മെയിൻ സ്കെയിൽ റീഡിംഗ് നമ്മൾ എടുത്തിരിക്കുന്നത് 5.10 ആണ്. കാരണം വെർനിയറിൻ്റെ 0 വന്നിട്ടുള്ളത് 5.10ക്കും 5.15നും ഇടയിലായിട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ റീഡിംഗ് എത്രയാണോ അത് മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് എടുക്കുക. ഇനി വെർനിയർ സ്കെയിൽ റീഡിംഗ് നോക്കണം.
വെർനിയർ സ്കെയിൽ റീഡിംഗ് നോക്കാനായിട്ട് നോക്കിയാൽ 24th ഡിവിഷൻ ഓഫ് ദി വെർനിയർ സ്കെയിൽ എക്സാക്ട്ലി കോയിൻസൈഡ്സ് വിത്ത് വൺ ഓഫ് ദ മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. നമ്മൾ അങ്ങനെയല്ലേ വെർനിയർ സ്കെയിൽ റീഡിംഗ് എടുക്കുന്നത്? എന്താ, വെർനിയർ സ്കെയിലിലെ ഏത് ഡിവിഷനാണ് മെയിൻ സ്കെയിലിൽ ഒരു ഡിവിഷനുമായിട്ട് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ വെർനിയർ സ്കെയിൽ റീഡിംഗ് ആയിട്ട് എടുക്കുന്നത്. വെർനിയർ സ്കെയിലിലെ ഏത് ഡിവിഷനാണ് മെയിൻ സ്കെയിലിൽ ഒരു ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്തേക്കുന്നത് അതിവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 24th ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് വെർനിയർ സ്കെയിൽ റീഡിംഗ് ആയിട്ട് നമുക്ക് 24 എടുക്കാം, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് എന്താ? നമ്മുടെ കയ്യിൽ ലീസ്റ്റ് കൗണ്ട് ഇല്ല. റൈറ്റ്, നമ്മളെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കി, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഇതിനകത്ത് 2 ഡിവിഷനുകൾക്കിടയിലുള്ള അകലം നോക്കിയത് ഇതാണ്. അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ ഒരു ഗ്യാപ്പാണ്. അത് 5.15 സെൻറ്റിമീറ്റർ മൈനസ് 5.10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.05 സെൻറ്റിമീറ്റർ ആണ് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ. അത് മനസ്സിലായോ? ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്കെയിലിൽ ഇപ്പോൾ അവർ പറയുന്നത് 2 ഡിവിഷനുകൾ അവർ കാണിച്ചിരിക്കുന്നു. ഒന്ന് 5.10യും തൊട്ടടുത്തുള്ള ഡിവിഷൻ 5.15 ആണ്. അപ്പോൾ ഈ 2 ഡിവിഷനുകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നതാണ് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ. അത് നമുക്ക് 5.15 മൈനസ് 5.10 ഈക്വൽ ടു 0.05 സെൻറ്റിമീറ്റർ എഴുതാമല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താ, ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ കിട്ടണം. അതിന് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ടോ, ദി വെർനിയർ സ്കെയിൽ ഹാസ് 50 ഡിവിഷൻസ് ഈക്വലൻ്റ് ടു 2.45 സെൻറ്റിമീറ്റർ. വെർനിയർ സ്കെയിൽ ഹാസ് 50 ഡിവിഷൻസ് ഈക്വലൻ്റ് ടു 2.45 സെൻറ്റിമീറ്റർ. അതായത് 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഈസ് ഈക്വൽ ടു 2.45 സെൻറ്റിമീറ്റർ. 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഈക്വൽ ടു 2.45 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മക്കളെ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 2.45 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 50 ആണ്. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ 2.45 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 50 ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 0.049 സെൻറ്റിമീറ്റർ എന്ന് വരും. 0.049 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 0.05 മൈനസ് 0.049 എടുത്താൽ നിങ്ങൾക്ക് ലീസ്റ്റ് കൗണ്ട് കിട്ടാൻ പോകുന്നത് 0.001 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ടായി, മെയിൻ സ്കെയിൽ റീഡിംഗ്, വെർനിയർ സ്കെയിൽ റീഡിംഗ് ആയി. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ഇസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് 5.10 സെൻറ്റിമീറ്റർ പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് 24 ഇൻറ്റു 0.001. മക്കളെ അപ്പോൾ ഇത് 5.10 സെൻറ്റിമീറ്റർ പ്ലസ് 0.024 സെൻറ്റിമീറ്റർ എന്ന് വന്നു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5.124 സെൻറ്റിമീറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. 5.124 സെൻറ്റിമീറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കറക്റ്റാണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ചോയ്സ് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷറിംഗ് ഡിവൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റനാണ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റനാണ് കേട്ടോ. ഓർത്തിരിക്കാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് മെയിൻ സ്കെയിൽ റീഡിംഗ് സെലക്ട് ചെയ്യുക. മെയിൻ സ്കെയിൽ റീഡിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെർനിയറിലെ 0 കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതാണ്. ഇപ്പോൾ ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഏത് ഡിവിഷൻ്റെ 2ൻ്റെ ഇടയിൽ വരുന്നോ ആദ്യത്തെ ഡിവിഷൻ എടുക്കുക, ആദ്യത്തെ റീഡിംഗ് എടുക്കുക. അതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ്. പിന്നെ വെർനിയർ സ്കെയിൽ റീഡിംഗ് നേരെ തന്നിട്ടുണ്ട്. പിന്നെ ലീസ്റ്റ് കൗണ്ട് കാണുന്ന കേസ് മാത്രമേ ഓർത്തിരിക്കാനുള്ളൂ. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 MSD മൈനസ് 1 VSD ആണ്. ഒരു MSD എന്ന് പറയുന്നത് ഈ ഗ്യാപ്പാണ്. അത് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അപ്പോൾ നമുക്ക് മെയിൻ സ്കെയിൽ ഡിവിഷൻ കിട്ടും. വെർനിയർ സ്കെയിൽ ഡിവിഷൻ കിട്ടാനുള്ള ഹിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈക്വൽ ടു 2.45 ആണെങ്കിൽ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? യെസ്. നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ദ 2 വെക്ടേഴ്സ് സാറ്റിസ്ഫൈങ് ദ റിലേഷൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ദെൻ ദ വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി വിൽ ബി. പ്ലെയിനകത്ത് നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഹിൻറ്റ് ഇതാണ്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ്. റൈറ്റ്. അപ്പം വളരെ എളുപ്പമാണ്. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. ഈക്വൽ ടു എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 വരും. ടാൻ തീറ്റ 1 വന്നാൽ നമുക്ക് തീറ്റ ഈക്വൽ ടു കിട്ടിക്കഴിഞ്ഞു. തീറ്റ എത്രയാണ്? 45 ഡിഗ്രി എന്ന് കിട്ടും. എങ്കിൽ നമുക്ക് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വെക്ടർ എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB കോസ് തീറ്റയാണ്.
അപ്പോൾ ഇതിനകത്തുനിന്ന് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു കോസ് 45 1/√2 വരും. മക്കളെ ഈ റൂട്ട് 2ഉം 2ഉം കട്ട് ചെയ്താൽ ഇവിടെ ഒരു റൂട്ട് 2 വരും. അപ്പം നമുക്ക് നോക്കിയാൽ ഓപ്ഷൻ അനുസരിച്ചുള്ള ആൻസറിലോട്ടാണ് പോകുന്നത്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഇവിടെ റൂട്ട് 2 വന്നു, റൂട്ട് 2ab എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് 2ab ആണ്. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് 2ab എന്ന് പറയുന്നതായിരിക്കും എ മൈനസ് ബിയുടെ വെക്ടർ എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 അല്ലേ കറക്റ്റ് ചോയ്സ് വരുന്നത്. അപ്പോൾ അത് വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ളൊരു ക്വസ്റ്റൻ അല്ല, നമുക്ക് നേരെ ഒരു അത്യാവശ്യം ഡയറക്റ്റ് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നൊരു ക്വസ്റ്റനാണ് കേട്ടോ. യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, നമുക്കൊന്ന് ചെയ്യാനുണ്ട് കേട്ടോ. നോക്കിയേ, ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എക്സ് ഈസ് ടി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് ആണ്, where alpha and beta are the constants. The relation between acceleration and velocity is, നമ്മളെ വെലോസിറ്റി ആക്സിലറേഷൻ തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനാദ്യം നോക്കിയാൽ ഞാൻ ടി ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് ആണ്, റൈറ്റ്. രണ്ട് സൈഡ് നമ്മളങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു, ഞാൻ എക്സ് ആണ് കേട്ടോ, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് നമ്മൾ എക്സ് വെച്ച് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കണ്ടോ ഡി ടി ബൈ ഡി എക്സ് വരും. ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിൽ ആൽഫ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2x, അപ്പോൾ 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്നായിട്ട് മാറിയില്ലേ. ഇതാണ് ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും, ഡി എക്സ് ബൈ ഡി ടി കിട്ടും. കറക്റ്റ് ആണോ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്നായിട്ട് മാറി. 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റയാണ്. ഇപ്പോൾ വെലോസിറ്റി കിട്ടിയാൽ നമുക്കറിയാം ആക്സിലറേഷൻ കിട്ടാനായിട്ട് ഞാൻ വീണ്ടും ഇതിനെ നമ്മൾ വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് കേട്ടോ. സോ ഡിഫറൻഷ്യേറ്റ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇതാ എക്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഈ വിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, നമുക്ക് കിട്ടാൻ പോകുന്നത് ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് കിട്ടി. ഡി വി ബൈ ഡി എക്സ് അല്ലേ, ശരിയാണോ? വിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡി വി ബൈ ഡി എക്സ് കിട്ടും. എങ്കിൽ നമുക്ക് വേണ്ടത് ആക്സിലറേഷനാണ് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാം വിനെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻഷ്യൽ എഴുതുമ്പോൾ നോക്കിയാൽ നമുക്കത് ഇങ്ങനെ എടുത്തുകൂടെ, ഡി ബൈ ഡി എക്സ് ഓഫ് വിയുടെ വാല്യൂ നേരെ മുകളിലോട്ട് പോട്ടെ, 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഓൾ റൈസ് ടു -1 എന്ന് തോന്നുന്നു. മനസ്സിലായോ മക്കളെ? വിനെ ഞാൻ നേരെ വി 1/, ഈ കിടക്കുന്ന വാല്യൂ ഞാൻ നേരെ മുകളിലോട്ട് കയറ്റി എഴുതി. അപ്പോൾ നോക്കിയേ 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. അപ്പോൾ നോക്കിയേ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇത് n ഇൻറ്റു എക്സ് റൈസ് ടു n -1 -1 ഇൻറ്റു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഓൾ റൈസ് ടു -2 കഴിഞ്ഞിട്ടില്ല. 2 ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 2 ആൽഫയും കൂടെ വരും. ഇത് താഴോട്ടിറക്കി എഴുതിയാൽ നിങ്ങൾക്ക് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമ്മളെ -2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് തോന്നുന്നു. കറക്റ്റ് ആണോ? ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആക്സിലറേഷനാണ് കിട്ടുക. നമുക്ക് ഡി വി ബൈ ഡി എക്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ പഠിച്ചിരിക്കുന്നത് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി അല്ലേ. അപ്പോഴല്ലേ ഡി വി ബൈ ഡി ടി ആയിട്ട് വരുന്നത്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ് അല്ലേ. അപ്പോൾ ഡി എക്സ് കട്ട് ചെയ്താൽ നമുക്ക് ഡി വി ബൈ ഡി ടി തന്നെ കിട്ടി. നമ്മളെ ഡി വി ബൈ ഡി എക്സിൻ്റെ വാല്യൂ കൊടുത്തേ. എത്രയാണ് ഡി വി ബൈ ഡി എക്സ്? -2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി. ഇത് എഴുതി വെച്ചത്. എത്രയാണ് ഡി എക്സ് ബൈ ഡി ടി? 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റയാണ്. സോ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് തോന്നുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് -2 ആൽഫ ഇൻറ്റു ഇത് കണ്ടോ. ഇപ്പോൾ ഇത് വരാൻ പോകുന്നത് 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് എന്നായിട്ട് മാറി. ആരാന്നേ 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് പറയുന്ന വി അല്ലേ. 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് പറയുന്ന വി അല്ലേ മക്കളെ. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് -2 ആൽഫ ഇൻറ്റു ഇത് കണ്ടോ 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ വി ക്യൂബ് എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷനായി ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു
-2 ആൽഫ ഇൻറ്റു വി ക്യൂബ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. A is equal to -2 alpha into v cube. A is equal to -2 alpha into v cube ആണ്. A is equal to -2 alpha into v cube എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുത്ത് ചെയ്യാനുള്ള സംഭവമേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷനോ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിഫറൻഷ്യേഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? യെസ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പ്രൊജക്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൊജക്റ്റൈൽ മോഷനാണ്. A projectile is fired at an angle 30 degree to the ground is observed to be at the same height at time 3 seconds and 5 seconds after projection during its flight. The speed of projection of the projectile is ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. എന്നാൽ കൂടി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ച് നേരെ ചെയ്തു പോവാം. മീൻസ് ഇക്വേഷൻ നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും കയ്യിലില്ലെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റനാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ നമ്മളൊരു യു സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്തു. നമ്മൾ ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഈ പ്രൊജക്റ്റൈൽ ഇവിടുന്ന് നേരെ പോയിട്ട് ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് പതിക്കുമ്പോൾ ഇയാൾ സെയിം ഹൈറ്റിലെത്തുന്ന 2 ടൈം ഇൻസ്റ്റൻറ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരേ ഹൈറ്റിൽ ഇയാൾ വരുവാണ്. ഒരേ ഹൈറ്റിൽ ഈ പ്രൊജക്റ്റൈൽ എത്തുന്ന 2 ഇൻസ്റ്റൻറ്റുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഇവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സമയം 3 സെക്കൻഡ്, അതായത് ഇവിടെ വരുന്ന സമയമാണ് 3 സെക്കൻഡ് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ 3 സെക്കൻഡ് കൊണ്ട് എത്തുക. ഇനി അടുത്തത് ഇവിടെ എത്തുന്ന സമയം പറയുന്നുണ്ട്. എത്രയാണ്? അത് 5 സെക്കൻഡാണ്. മനസ്സിലായോ? നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രൊജക്റ്റ് ചെയ്തിട്ട് 3-ാമത്തെ സെക്കൻഡിൽ ഇവിടെ എത്തുന്നു, 5-ാമത്തെ സെക്കൻഡിൽ ഇവിടെ എത്തുക. ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ഹൈറ്റിലോട്ട് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടം വരെ വരാനുള്ള സമയം 3 സെക്കൻഡ് ആണെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്ന് വീഴാനെടുക്കുന്ന സമയം അത് തന്നെയല്ലേ? സെയിം 3 സെക്കൻഡ് അല്ലേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ഹൈറ്റിൽ എത്താൻ വേണ്ടത് 3 സെക്കൻഡ് ആണെങ്കിൽ അതേ ഹൈറ്റിൽ നിന്ന് ഗ്രൗണ്ടിൽ ചാടാൻ വേണ്ട സമയം 3 സെക്കൻഡ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റൈൽ മോഷന് വേണ്ടി വരുന്ന മൊത്തം സമയം എന്ന് പറയുന്നത് 5, 3, 8 സെക്കൻഡ് അല്ലേ? മക്കളെ ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. അത് മനസ്സിലായോ? ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു ഇവിടെ 5 + 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 സെക്കൻഡ് എന്ന് കിട്ടിക്കോളും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മൊത്തം ഈ ഒരു പാത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന മൊത്തം സമയം എന്ന് പറയുന്നത് 5 + 3. കാരണം ഇവിടുന്ന് ഇവിടം വരെ ഈ ഹൈറ്റിലെത്താൻ 3 സെക്കൻഡ് ആണെങ്കിൽ അതേ ഹൈറ്റിൽ നിന്ന് താഴെ ചാടാനും 3 സെക്കൻഡാണ്. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദിസ് ജേർണി ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെക്കൻഡ് ആയിരിക്കും. നമ്മളെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താ? 2u sin തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u sin തീറ്റ ബൈ ജി ആണ്. ഇതാണ് നമ്മുടെ 8 സെക്കൻഡ് എന്ന് പറയുന്നത്. ആണോ? നിങ്ങളോട് എന്നാ ചോദിക്കുന്നത്? ഇപ്പോൾ സ്പീഡ് ഓഫ് പ്രൊജക്ഷനാണ്, യു കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് തീറ്റ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നേരെ കൊടുത്തേ. അപ്പോൾ ഇത് വരിക 2u ഇൻറ്റു സൈൻ 30 ഇവിടെ ഒരു 1/2 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 8g എന്ന് വരും. ഈ ജി നേരെ ഇങ്ങോട്ട് കയറി 2u. അപ്പോൾ ഇത് തമ്മിൽ കട്ടായിപ്പോയി. അപ്പോൾ യു ഈക്വൽ ടു ഡയറക്റ്റ് കിട്ടിക്കോളും 80 മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. 80 മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു അത് ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ് കേട്ടോ. നമ്മുടെ ന്യൂമറിക്കൽ ഭാഗത്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കാൻ ഇത്രയേ ഉള്ളൂ. 80 ആണ് ആൻസർ വരിക കേട്ടോ. ഓർത്തിരിക്കാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഹൈറ്റിലെത്തുന്ന 3 സെക്കൻഡ് എങ്കിൽ ഈ വരുന്നത് 3 സെക്കൻഡ്. അപ്പോൾ മൊത്തം വരുന്ന സമയം എന്ന് പറയുന്നത് 8 സെക്കൻഡ് എന്ന് വരും. അതാണ് അവൻ്റെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. അത് വെച്ച് നേരെ നമ്മൾ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ബോഡി സ്റ്റാർട്ട്സ് ഫോളിങ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് h, ഹിറ്റ്സ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇൻ ഇറ്റ്സ് പാത്ത് അറ്റ് എ ഹൈറ്റ് h. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇമ്പാക്ട്, ദി ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദ ബോഡി ബിക്കംസ് ഹൊറിസോണ്ടൽ. The value for h/h for which the body will take maximum time to reach the ground is. നമ്മൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ എടുക്കുക. ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു h ഹൈറ്റിലായിട്ട്, ക്യാപിറ്റൽ H ഹൈറ്റിലായിട്ട് നമ്മളൊരു ബോഡി താഴോട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് ഇവർ പറയുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ u = 0 ആണ്. ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് ഇവിടുന്ന് സ്മോൾ h ഹൈറ്റാണ്. സ്മോൾ h ആണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതോ ഒരു ഹൈറ്റ് സ്മോൾ h ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഇടുന്നു എന്നുള്ളത്. അത് നമുക്ക് ഏത് ഹൈറ്റാണെന്നുള്ള കൃത്യം അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ സ്മോൾ h തന്നെ എടുത്തു.
ഈ ബോഡി വന്നിട്ട് നേരെ വന്ന് ഇവിടെ വന്ന് പിടിച്ചു, റൈറ്റ്. ഇയാൾ വന്ന് വീഴുന്ന ആ ഹൈറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, അപ്പോൾ നേരെ വന്ന് ഇവിടെ വന്ന് ഇടിച്ചു. u = 0. അപ്പോൾ ഇവനോട് അന്ന് ഇടിച്ച് കഴിഞ്ഞിട്ട് എന്നാ വരുന്നത് വെച്ചാൽ ഇവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ട് മാറി, u വെലോസിറ്റിയിലാണ്. എന്നിട്ട് ഇവന് ഇവിടുന്ന് നേരെ വന്നിട്ട് അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ പോലെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് വീഴുവാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷനാണ് കേട്ടോ. ഇങ്ങനെ നേരെ വന്ന് ഗ്രൗണ്ടിൽ വന്നു. അപ്പോൾ നോക്കി ഇവൻ വന്ന് ഇടിച്ചിടത്തുനിന്ന് പിന്നെ താഴോട്ട് വന്ന് വീഴുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് h - h അല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വന്ന് ഇടിക്കുമ്പോൾ അവൻ വരുന്നത് മുകളിൽ നിന്ന് വരുന്ന സ്മോൾ h ഹൈറ്റിലാണെങ്കിൽ ആ ഇടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെർട്ടിക്കലായിട്ട് താഴോട്ട് വരുന്ന ദൂരം എന്ന് പറയുന്നത് h - h. ഇവർ പറയുന്നത് എന്താ മക്കളെ, മാക്സിമം ടൈം ഇവൻ ഈ ഗ്രൗണ്ടിൽ ഒന്ന് വീഴാനായിട്ട് മാക്സിമം ടൈം എടുക്കണമെങ്കിൽ ടൈം എടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആ h/hൻ്റെ ഒരു വേരിയബിളാണ് കേട്ടോ. h/hൻ്റെ വേരിയബിൾ മീൻസ് നമുക്ക് ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ടൈം മാക്സിമം കിട്ടേണ്ടത്. ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ടൈം മാക്സിമം കിട്ടാൻ. അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം ആ ടൈം മാക്സിമം കിട്ടാനായിട്ട് ഈ h/hൻ്റെ റേഷ്യോ എത്ര എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പറയുന്നു, ഇവൻ ഇവിടുന്ന് മേളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇവിടെ വരാൻ എടുക്കുന്ന സമയം ഞാൻ t1 എന്ന് എടുക്കും. അപ്പോൾ ആ ടൈം നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രീലി ഫോളിംഗ് ബോഡി ആയതുകൊണ്ട് √2h/g ആണ്. പ്ലസ് അത് ഞാൻ പറയുന്നത് ഇവിടുന്ന് ഈ സർഫസിൽ ആ ഇൻക്ലൈൻഡ് സർഫസിൽ വന്ന് ഇടിക്കാൻ വേണ്ടുന്ന സമയമാണ് √2h/g എന്ന് പറയുന്നത്. രണ്ടാമത് ഇവൻ ഇവിടുന്ന് ഗ്രൗണ്ടിൽ വന്ന് വീഴാൻ വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് √2h-h/g ആണ്. ശരിയല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ താഴെ വരാൻ വേണ്ടുന്ന സമയം എന്ന് പറയുന്ന ആ ഹൈറ്റ് എത്രയാണോ, √2 ആ ഹൈറ്റ് എത്രയാണോ അത് /g ആണ്. ഇവിടെ ഇപ്പോൾ ഹൈറ്റ് h - h ആണ് അല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ നമ്മൾ പഠിക്കുന്ന. അപ്പോൾ ഈ താഴെ വന്ന് വീഴാൻ വേണ്ട സമയം എന്ന് പറയുന്നത് √2h - h/g ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് മൊത്തം ഇയാളിപ്പോൾ ഗ്രൗണ്ടിൽ വന്ന് വീഴാൻ വേണ്ടുന്ന സമയം. നമ്മളോട് പറയുന്ന കണ്ടീഷൻ എന്താ? ഈ ടൈമിൻ്റെ വാല്യൂ മാക്സിമം വരണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ടിയുടെ വാല്യൂ മാക്സിമം ആകണമെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ആകുകയാണെങ്കിൽ, ടി ഏറ്റവും മാക്സിമം ആകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ നമുക്ക് dt/dhൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് എടുക്കാം. മനസ്സിലായോ? ഇപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ നമുക്ക് 0 ആണ്. മക്കളെ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് വരുന്നത് കോമൺ ആയിട്ട് വരുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെവിടെ ഒരു √2/g കോമൺ ആണ്. ഇവിടെ √2/g കോമൺ ആണ്. അപ്പോൾ ഞാൻ ആ ടിയുടെ വാല്യൂ വേണം ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ? t = √2/g കോമൺ എടുത്താൽ പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു √h ഉണ്ട്, h⁻² ഉണ്ട്, പ്ലസ് ഇവിടെ വരുന്നത് h - h⁻² ഉണ്ട്. ഇത്രയാണ് വരുന്നത്. നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് √2/g കോമൺ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. √2/g ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ഇവൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് n × x⁻n - ആണ്. അപ്പോൾ 1/2 ഇൻറ്റു h⁻−1/2 എന്ന് വന്നു. 1/2 ഇൻറ്റു h⁻−1/2 ആണ്. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത ഡിഫറൻഷ്യൽ വരുന്നത് 1/2 ഇൻറ്റു h⁻h⁻−1/2 ആണ്. ഇൻറ്റു ഈ h-ൻ്റെ ഡിഫറൻഷ്യൽ ഒരു -1 കൂടെ വരും. മനസ്സിലായോ മക്കളെ? ഈ വാല്യൂ എന്ന് പറയുന്നതാണ് ഈക്വൽ ടു നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അപ്പോൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഈ √2/g എന്ന് പറയുന്നത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പോയി. പിന്നെ നമുക്കിവിടെ വരുന്നത് 1/2 ഇൻറ്റു h⁻−1/2 പ്ലസ് 1/2 ഇൻറ്റു h- പ്ലസ് അല്ലല്ലോ മൈനസ് എന്നല്ലേ, ഈ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആയിപ്പോയി. h-h⁻−1/2 ഈക്വൽ ടു 0 ആണ്. അല്ലെ 1/2 ഒക്കെ ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ഇവന് അപ്പുറത്തോട്ട് പോയാൽ h⁻−1/2 ഈക്വൽ ടു h-h⁻−1/2. നമ്മളെ -1/2 പവർ ക്യാൻസൽ ചെയ്താൽ h ഇസ് ഈക്വൽ ടു h - h എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കിയേ 2h ഇസ് ഈക്വൽ ടു അല്ലേ, ഇതിപ്പുറത്തോട്ട് വന്നാൽ 2h ഇസ് ഈക്വൽ ടു സ്മോൾ h ആണ്. 2h ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ H വരും. നിങ്ങളോട് h/hൻ്റെ റേഷ്യോയാണ് ചോദിക്കുന്നത്. സോ h/h ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. h/h അല്ലേ ചോദിച്ചിരിക്കുന്നത്? ആണോ? h/h
ഫോർ വിച്ച് ദ ബോഡി വിൽ ടേക്ക് ദി മാക്സിമം ടൈം ടു റീച്ച് ദ ഗ്രൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? എച്ച് ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് ആണ്. അപ്പോൾ 2h ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് വരും. h/h ഈക്വൽ ടു റേഷ്യോ നമുക്ക് 2 എന്ന് കിട്ടിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A mass of 10 kilogram is suspended by a rope of length 4 meter from a ceiling. Force F is applied horizontally at the midpoint of the rope such that the top half of the rope makes an angle 45 degree with the vertical. Then F is equal to, ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു റോപ്പിൽ ഒരു 10 കിലോഗ്രാം മാസ് സസ്പെൻഡ് ചെയ്തേക്കും. എന്നിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മിഡ് പോയിന്റ് ഓഫ് ദ റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒരു 45 ഡിഗ്രി സസ്പെൻഡ് ചെയ്തു, ഇൻക്ലൈൻ ചെയ്തു വന്നു കേട്ടോ. ഈ താഴോട്ടുള്ളത് നമുക്കറിയാം അവൻ്റെ വെയിറ്റ്, ഇത് മാസ് 10 കിലോഗ്രാം അല്ലേ. നമ്മളിത് 10 kg ആണെങ്കിൽ ഇവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10g ആണ്, mg ആണ് താഴോട്ടുള്ള വെയിറ്റ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എഫ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് വന്നിരിക്കുന്നത് 45 ഡിഗ്രിയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ സ്ട്രിങ്ങിൽ നമുക്ക് ഇവിടെ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെൻഷനെ നമുക്ക് റിസോൾവ് ചെയ്യാനുണ്ടായിട്ട് അല്ലേ. നോക്കിയേ, അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ടിയുടെ ഈ കമ്പോണൻറ്റ് വരുന്നത് ടി കോസ് 45 വരും. ടിയുടെ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ടി സൈൻ 45 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സിസ്റ്റം ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നോക്കിയേ, ഈ താഴോട്ടുള്ള വെർട്ടിക്കലായിട്ട് ബാലൻസ്ഡ് ആവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടി കോസ് 45നെ ആരാ ബാലൻസ് ചെയ്യുന്നത്? 10g ആണ്. അതുപോലെ ടി സൈൻ 45നെയോ ബാലൻസ് ചെയ്യുന്നത് എഫ് ആണ്. കറക്റ്റാണോ? ടി കോസ് 45നെ ബാലൻസ് ചെയ്യുന്നത് 10g ആണ്. ടി സൈൻ 45നെ ബാലൻസ് ചെയ്യുന്നിടത്തേക്കുന്നത് എഫ് ആണ്. അപ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് ആണല്ലോ. അപ്പോൾ നോക്കി ഇതിൻ്റെ റേഷ്യോ എടുത്തേ, തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് വരിക tan 45 is equal to എഫ് ഡിവൈഡഡ് ബൈ 10g എന്ന് വരും. tan 45 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 അല്ലേ. സോ 1 ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ 10g ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10g എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ന്യൂട്ടൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. എഫ് ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ ആയിരിക്കും ആൻസർ വരിക. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് റിസോൾവ് ചെയ്തിട്ട് ഒന്ന് ഇക്വേഷൻസ് ഒന്ന് ബാലൻസ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. നൗ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. നോക്കിയേ, a block of mass of 5 kg is placed on a rough inclined surface as shown in the figure. അപ്പോൾ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. F1 is a force required to just move the block up the inclined plane and F2 is the force required to just prevent the block from sliding. Then the value F1 minus F2 is. അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് കേസാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ കേസിനകത്ത് ഇവർ പറയുന്നത് ഈ ഒരു ബ്ലോക്ക് ഇതാ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, അപ്പോൾ ഇത് തീറ്റ 30 ഡിഗ്രിയാണ് കേട്ടോ. തീറ്റ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് നമ്മൾ 5 കിലോഗ്രാം ബ്ലോക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനത് എം എന്ന് കൊടുത്തു. എം ഈക്വൽ ടു 5 kg തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്ലോക്കിന് നമ്മൾ ജസ്റ്റ് ഫോഴ്സ് റിക്വയർഡ് ജസ്റ്റ് മൂവ് ദ ബ്ലോക്ക് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സ് നമ്മൾ F1 എന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്കിന് മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം, ഇങ്ങോട്ടേക്ക് mg ഉണ്ട്. അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്താൽ ഇത് mg കോസ് തീറ്റയും താഴോട്ടേക്ക് mg സൈൻ തീറ്റയും ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്ന ബ്ലോക്ക് ജസ്റ്റ് മൂവ് അപ്വേർഡ്സ് ആണ്. അതായത് ആക്സിലറേറ്റ് ചെയ്തൊന്നും അല്ല പോകുന്നത്, ജസ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലോ മറ്റോ മൂവ് ചെയ്യുകയാണ് മക്കളെ. അപ്പോൾ ഈ ബ്ലോക്ക് നമ്മൾ മേളിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്കറിയാം ഇതിന് എഗനസ്റ്റ് ആയിട്ട് ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാനത് FK എന്നെടുത്തു അല്ലേ. മേളിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ അതിന് എഗനസ്റ്റ് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ നമുക്കറിയാം N എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു mg കോസ് തീറ്റ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. നമ്മൾ ഇവിടുത്തെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ ആണ്. സോ ഇറ്റ് ഈസ് മ്യൂ കെ ഇൻറ്റു എൻ, ഇവിടെ mg കോസ് തീറ്റയാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ FK ഈസ് ഈക്വൽ ടു മ്യൂ കെ എന്ന് പറയുമ്പോൾ 0.1 ഇൻറ്റു മാസ് എത്രയാണ് 5 ഇൻറ്റു g 10 വരും, ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ √3/2 അല്ലേ. ആണോ? സോ കോസ് 30 അല്ലേ വന്നിരിക്കുന്നത്, കറക്റ്റാണ്. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ കിട്ടി. ഇത്
0.1 into 5, 0.1 into 5 എന്ന് പറയുമ്പോൾ 0.5 into 10, അപ്പോൾ 5√3 ഡിവൈഡഡ് ബൈ 2 ന്യൂട്ടൺ ആണ്. ഇതാണ് ഇവിടുത്തെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ നമ്മളിപ്പോൾ അവനെ മുകളിലോട്ട് ജസ്റ്റ് മൂവ് ചെയ്യിക്കാൻ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 അല്ലേ. മക്കളെ F1 ഫോഴ്സ് കൊടുത്ത് മുകളിലോട്ട് ഇവനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഇതിന് എഗനസ്റ്റ് ആയിട്ടാണ് നമ്മുടെ mg സൈൻ തീറ്റയും FK നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ F1 is equal to mg സൈൻ തീറ്റ പ്ലസ് FK എന്ന് വരും. FK ഇതിന് എഗനസ്റ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ബ്ലോക്ക് ജസ്റ്റ് മുകളിലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ, സ്ലൈഡ് ചെയ്യിച്ച് ജസ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടുത്തെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് F1 is equal to mg സൈൻ തീറ്റ പ്ലസ് FK ആണ്. മക്കളെ രണ്ടാമത്തെ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, രണ്ടാമത് പറയുന്നത് ഒരു വേറൊരു ഫോഴ്സ് F2 ഫോഴ്സ് കൊടുക്കുക. എന്തിനാണ് F2 ഫോഴ്സ് എന്ന് പറയുന്നത്? ജസ്റ്റ് പ്രിവെൻറ്റ് ദ ബ്ലോക്ക് ഫ്രം സ്ലൈഡിങ് ആണ്. സോ രണ്ടാമത്തെ കേസിൽ ഇത് ജസ്റ്റ് അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുവാണ് കേട്ടോ. ജസ്റ്റ് പ്രിവെൻറ്റ് ഫ്രം സ്ലൈഡിങ് ആണ്. ഇവിടെയും ആംഗിളിന് മാറ്റമൊന്നുമില്ല. തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് ബ്ലോക്ക് M. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് താഴോട്ട് mg ഉണ്ട്, നമ്മളെ ഇങ്ങോട്ട് mg കോസ് തീറ്റയുണ്ട്, ഇങ്ങോട്ട് mg സൈൻ തീറ്റയുണ്ട്. പക്ഷേ mg സൈൻ തീറ്റ ഇവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് സ്ലൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതിന് എഗനസ്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ലൈഡിങ്ങിന് എഗനസ്റ്റ് ആയിട്ട് ആ ഫ്രിക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഫോഴ്സാണ് F2 എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ് മനസ്സിലായോ? ജസ്റ്റ് പ്രിവെൻറ്റ് ഫ്രം സ്ലൈഡിങ്, ഫോഴ്സ് അപ്ലൈഡ് ഈസ് F2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ F2 കൊടുത്തില്ലെങ്കിൽ എന്നാ പറ്റും? ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് പോരും. മനസ്സിലായോ? അപ്പം ഈ താഴത്തോട്ട് സ്ലൈഡ് ചെയ്യിപ്പിക്കാൻ നോക്കുന്ന mg സൈൻ തീറ്റയും അതിന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഇവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ F എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് കേസിലും വേണമെങ്കിൽ F എടുത്തോ കേട്ടോ. സ്ലൈഡിങ്ങിന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആയതുകൊണ്ട് രണ്ടിലും F എന്ന് തന്നെയും കൊടുത്താൽ മതി. F റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഫ്രിക്ഷൻ രണ്ടാമത്തെ കേസിൽ ഫ്രിക്ഷൻ നിൽക്കുന്നത് ശരിക്കും സ്ലൈഡിങ്ങിന് എഗനസ്റ്റ് ആയിട്ട്, സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഫ്രിക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ F2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും F2 പ്ലസ് F ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്ത്? mg സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് F2 എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് mg സൈൻ തീറ്റ, F സ്മോൾ ലെറ്റർ ആണ്, mg സൈൻ തീറ്റ ഫ്രിക്ഷൻ അല്ലേ, mg സൈൻ തീറ്റ മൈനസ് F എന്ന് കൊടുക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, ഈ രണ്ടുപേരും തമ്മിലുള്ള ആ സെപ്പറേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്, രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? F1 F2 കറക്റ്റാണ്. F1 F2 തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. സോ നേരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ F1 മൈനസ് F2 എടുത്താൽ നമ്മളെ F1 എത്രയാണ്? mg സൈൻ തീറ്റ പ്ലസ് F മൈനസ് ഓഫ് mg സൈൻ തീറ്റ മൈനസ് F വരും. ഈ mg സൈൻ തീറ്റ ക്യാൻസൽ ചെയ്താൽ ഇത് നമുക്ക് 2F എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു F തന്നിട്ടുണ്ട് 5√3/2 ആണ്. 5√3/2 നമ്മൾ F ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ ഉള്ളൂ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് 5√3/2 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5√3/2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 5√3 ന്യൂട്ടൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. 5√3 ന്യൂട്ടൺ ഉണ്ടല്ലോ. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ചോയ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ എടുത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ നമ്മളിതിനെ ജസ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ട ഫോഴ്സ് F1 എടുക്കുന്നു. രണ്ടാമത് സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ട. അപ്പോൾ ആദ്യത്തെ കേസിൽ ഫ്രിക്ഷൻ എഗനസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ കേസിൽ ഫ്രിക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫ്രിക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? യെസ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A block of mass 1 kilogram is pushed up a surface inclined to the horizontal at an angle 60 degree by the force of 10 Newton parallel to the inclined surface as shown. When block is pushed up by 10 meter along the inclined surface, work done against frictional force ആണ്. അപ്പോൾ നമ്മളൊരു ബ്ലോക്ക് ഇങ്ങനെ മുകളിലോട്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് മുകളിലോട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ആ ബ്ലോക്കിൻ്റെ മേലെ കൊടുക്കുന്ന ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരെ വെർട്ടിക്കലായിട്ട് താഴത്തോട്ട് ഇവിടെ mg ഉണ്ട്. ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് mg cos 60 വരും. നമ്മളെ ഇങ്ങോട്ടേക്ക് mg sin 60 വരും.
സൈൻ 60 വരും. ഇതാണ് നമ്മുടെ നോർമൽ റിയാക്ഷൻ. എങ്കിൽ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എം ജി കോസ് 60 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ബ്ലോക്ക് മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അതിന് എഗനസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ എഗനസ്റ്റ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയി ചോദിച്ചിരിക്കുന്നത്. അതിനാദ്യം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ച് ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ തന്നിട്ടുണ്ട് 0.1 ഇൻറ്റു എം ജി കോസ് 60. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? എം തന്നിട്ടുണ്ടല്ലോ, മാസ് 1 കിലോഗ്രാം ഇൻറ്റു 10 ഇൻറ്റു കോസ് 60 1/2 അല്ലേ വരുന്നത്? ആണോ? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എം ജി സൈൻ 60. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 kg ആണ്. എം 1 kg. ദെൻ കോസ് 60 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിയേ 10 ഇൻറ്റു 0.1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ന്യൂട്ടൺ എന്ന് വരും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇനി വർക്ക് അഗനസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ബ്ലോക്ക് മൂന്നതിന് അഗനസ്റ്റ് ആയിട്ടാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം എഫ് എസ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 180 ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 180 ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് എഫിൻ്റെ വാല്യൂ 1/2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് 10 ന്യൂട്ടൺ ഇൻറ്റു -1 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -5 ജൂളാണ് ചെയ്യുന്ന വർക്ക്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു 5 ജൂൾ എന്നുള്ളതായിരിക്കും ആൻസർ വരിക കേട്ടോ. വർക്ക് ഡൺ എഗനസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയി വെച്ചിരിക്കുന്നത്. അതായത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ് നമ്മൾ ഈ പറയുന്ന -5 ജൂള്. സോ വർക്ക് ഡൺ എഗനസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 5 ജൂളാണ് കേട്ടോ. എഗനസ്റ്റ് ഫ്രിക്ഷൻ ആയി വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. വർക്ക് ഡൺ എഗനസ്റ്റ് ഫ്രിക്ഷൻ ആണ്. സോ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് -5 ജൂളാണ്. അപ്പോൾ വർക്ക് ഡൺ എഗനസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 5 ജൂൾ ആയിരിക്കും കേട്ടോ. സോ ദിസ് ഇസ് ആൻസർ ഓപ്ഷൻ 2. നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി ഓഫ് മാസ് എം അറ്റ് റെസ്റ്റ് explodes into 3 pieces in the ratio of masses 1:1:2. Two smaller pieces fly off perpendicular to each other with a velocity 30 meter per second and 40 meter per second respectively. The velocity of the third piece will be. അതായത് മൊമെൻറ്റം കൺസർവേഷൻ മൊമെൻറ്റം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു വലിയൊരു മാസ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവൻ്റെ മാസ് എം ആണ്. ഇറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. നമ്മളിത് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഇത് എക്സ്പ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? 3 പീസുകളായിട്ട് മാറി. അപ്പോൾ ഓരോന്നിൻ്റെ മാസ് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ആ റേഷ്യോ തന്നിരിക്കുന്നത് കേട്ടോ. ഓരോന്നിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം അവർ പറയുന്നത് പെർപെൻഡിക്കുലറായിട്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. 2 ബ്ലോക്കുകൾ പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്തു. റൈറ്റ്, ഇങ്ങനെ. ഇപ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഒരെണ്ണം ഇങ്ങോട്ട് മൂവ് ചെയ്തെങ്കിൽ അടുത്ത ആൾ പോകുന്നത് ഇങ്ങോട്ടാണെന്ന് കരുതിക്കും. അങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് 2 പേരും മൂവ് ചെയ്തു. അപ്പോൾ ഇവരുടെ മാസിൻ്റെ റേഷ്യോ പറയുന്നത് 1:1:2 ആണ്. മക്കളെ എം അല്ലേ 1:1:2 എന്ന് അയക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൻ്റെ മാസ് m/4 എടുത്തു, അടുത്തതിൻ്റെ മാസ് m/4 എടുത്തു. എങ്കിൽ മൂന്നാമത്തേൻ്റെ മാസ് m/2 ആയിരിക്കും അല്ലേ. മൂന്നാമത്തേത് നമുക്ക് m/2 എന്ന് കൊടുക്കാം. അപ്പോഴല്ലേ എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് m ആയി മാറിയല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ഇതതിൻ്റെ ഡബിളാണ്, m/2 ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇവൻ ഒരുത്തം പോയേക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. നമ്മൾ അടുത്തം പോയേക്കുന്നത് 40 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ മൂന്നാമത്തെ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ 3 പേരുടെയും കൂടെ, ഇതിപ്പോൾ 1, ഇത് 2, ഇത് 3 എന്നെടുത്താൽ ഈ 3 പേരുടെയും കൂടെ മൊമെൻറ്റം ചേരുന്നതാണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റം. അത് നമുക്ക് P1 പ്ലസ് P2 പ്ലസ് P3 അല്ലേ. അപ്പോൾ അതെങ്ങനെ നോക്കിയാലും ഈ ഫൈനൽ മൊമെൻറ്റവും നമുക്ക് 0 കിട്ടണം. കൺസർവേഷൻ മൊമെൻറ്റം അനുസരിച്ച് എക്സ്പ്ലോഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ദ എഫക്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അവിടെ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫൈനൽ മൊമെൻറ്റം 0 ആയിരിക്കും. ഫൈനൽ 0 വരണമെന്നുണ്ടെങ്കിൽ P3യുടെ വാല്യൂ, മൂന്നാമത്തവൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് മൈനസ് ഓഫ് P1 പ്ലസ് P2 ആയിരിക്കണ്ടേ. എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ P1ഉം P2ഉം പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ അതിൻ്റെ നെറ്റ് മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാം. ഞാനത് നെറ്റ് മൊമെൻറ്റം P12 നിർത്താൻ അത് P1 പ്ലസ് P2 ആണ് കേട്ടോ. മക്കൾ അത് രണ്ട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എഴുതാം. P12ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ ആണ്.
അതായത് റൂട്ട് ഓഫ് ഇവൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് m/4 × 30 ഹോൾ സ്ക്വയർ പ്ലസ് m/4 × 40 ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ മക്കളെ? m/4 വെളിയിലോട്ട് എഴുതിക്കേ. അപ്പോൾ P12 എന്ന് പറയുന്നത് ഈക്വൽ ടു m/4 വെളിയിലോട്ട് വന്നാൽ m/4 × റൂട്ട് 30² + 40² എന്ന് പറയുമ്പോൾ അത് 50 ആണ്. ഇതാണ് ആ രണ്ട് പേരുടെയും കൂടെ മൊമെൻറ്റം. ഇവരുടെ രണ്ട് പേരുടെയും കൂടെ റിസൾട്ടൻ്റ് മൊമെൻറ്റമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. മക്കളെ ആ റിസൾട്ടൻ്റ് രണ്ടുപേരുടെയും കൂടെ റിസൾട്ടൻ്റ് മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൂന്നാമത്തവൻ്റെ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. മൂന്നാമത്തെ ആളുടെ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, ഞാനത് v3 എന്ന് വല്ലതും എടുത്തു. അപ്പോൾ അവൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് P3 is equal to m/2 × v3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റിസൾട്ടൻ്റെ മൊമെൻറ്റത്തിന് ഈക്വലാണ്. സോ ഇറ്റ് ഈസ് m/4 × 50 എന്ന് വന്നു. കറക്റ്റ് അല്ലേ മക്കളെ? m കട്ട് ചെയ്യാം. 2 4 കട്ട് ചെയ്ത് അവിടെ 2 വരും. സോ v3 മൂന്നാമത്തെ ആളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 m/s എന്നായിരിക്കും നമുക്ക് കിട്ടുക. മൂന്നാമത്തവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 25 m/s എന്നായിരിക്കും കിട്ടുക കേട്ടോ. കറക്റ്റാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും നോക്കാനില്ല. നമുക്കതിൽ രണ്ടുപേരുടെ ആദ്യത്തെ രണ്ടുപേരുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വെലോസിറ്റി കമ്പോണൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആകുമ്പം റിസൾട്ടൻ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് √P1² + P2² ആണ്. മക്കളെ ഉറപ്പായിട്ടും ഇനീഷ്യലി റെസ്റ്റിലായതുകൊണ്ട് മൊമെൻറ്റം 0 ആണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം 0 ആയിരിക്കും. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് പോയവരുടെ മൊമെൻറ്റം എത്രയാണോ, റിസൾട്ടൻ്റ് മൊമെൻറ്റം എത്രയാണോ, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മൂന്നാമത്തവൻ്റെ മൊമെൻറ്റം വരത്തുള്ളൂ. എന്നാലല്ലേ നെറ്റ് മൊമെൻറ്റം 0 ആവത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാനുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം സാധാരണ ചോദിക്കുന്നതാണ് കേട്ടോ. യെസ്. അടുത്തത് നെക്സ്റ്റ് വൺ. എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ സ്പീഡ് 600 revolutions per minute is uniformly accelerated to 1800 revolutions per minute in 10 seconds. The number of rotations made in the process is. ഇവിടെ ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവൻ്റെ ആദ്യത്തെ കേസിൽ ഇവൻ്റെ ആംഗുലാർ സ്പീഡ് ഞാൻ ω0 എന്നെടുത്തു. ഇത് നമുക്കറിയാം 2π × ന്യൂ ആണ് ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇനീഷ്യൽ ആംഗുലാർ സ്പീഡ് വരുന്നത് 2π × നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇത് എത്ര വരും? 600 പെർ റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 വരും. ശരിയല്ലേ? അപ്പോൾ 600 / 600 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ 600 / 60 വരും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ 60 600 ഇവിടെ 10 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? അപ്പോൾ 20π എന്ന് വന്നു. രണ്ടാമത് ഫൈനൽ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് 2π × 1800 / 60 വരും. നമ്മൾ ഇത് കട്ട് ചെയ്താൽ എത്ര വരുന്നത്? 30 വരും അല്ലേ? സോ 2 × 30 എന്ന് പറയുമ്പോൾ അത് 60π എന്ന് വരും. ഇത് ഒമേഗയാണെങ്കിൽ നമുക്ക് ആൽഫ നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ ഈസ് ഈക്വൽ ടു ω0 + α t അല്ലേ? v = u + at എന്നുള്ള രീതിയിൽ എഴുതിയാൽ ഒമേഗ = ω0 + α t ആണ്. മക്കളെ ഇതിനകത്തുനിന്ന് ω - ω0 /t എന്ന് പറയുന്നതാണ് ആൽഫ. സോ ഒമേഗ എത്രയാണ്? 60π - 20π ടൈം ടേക്കൺ പറഞ്ഞിട്ടുണ്ട് 10 സെക്കൻഡ് ആണ്. 60 - 20 എന്ന് പറയുമ്പോൾ അത് 40π / 10 അല്ലേ? മക്കളെ അത് നിങ്ങൾക്ക് കിട്ടുക 4π എന്നാണോ നോക്കി. കറക്റ്റ് അല്ലേ? ഒമേഗയുടെ വാല്യൂ 60π, ω0 20π / t ടൈം 10 സെക്കൻഡ് വരും. അപ്പോൾ അത് 40π / 10 എന്ന് പറയുമ്പോൾ 4π ആണ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ് കേട്ടോ. അതിന് ഇവിടെ ഉണ്ടാകുന്ന ഇവന് ഇത്രയും കറങ്ങുമ്പോൾ 10 സെക്കൻഡ് കൊണ്ട് പുള്ളി ആക്സിലറേറ്റ് ചെയ്ത് ആംഗുലാർ സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. മക്കൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തീറ്റയാണ്. അപ്പം S = ut + ½ at² എന്നുള്ള ഫോമാറ്റിൽ എഴുതിയാൽ തീറ്റ ഈസ് ഈക്വൽ ടു ω0t + ½ α t² അല്ലേ? സോ ഇറ്റ് ഈസ് ω0 എന്ന് പറയുമ്പോൾ 20π ഇൻറ്റു ടൈം ടേക്കൺ പറഞ്ഞിട്ടുണ്ട് എത്രയാ? 10 സെക്കൻഡാണ് പ്ലസ് 1/2 ഇൻറ്റു ആൽഫ എത്രയാ? 4π ഇൻറ്റു t² എന്ന് പറയുമ്പോൾ 100 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 200π പ്ലസ് 2 4 ഇവിടെ ഒരു 2 വരും 200π എന്ന് പറയുമ്പോൾ ഇത് 400π ആണോ നോക്കി. കറക്റ്റ് ആണോ നോക്ക്.
ഇതിനകത്ത് വന്നിരിക്കുന്നത് ω0 20 പൈ ഇൻറ്റു ടി എന്ന് പറയുന്ന 10 സെക്കൻഡ്. അപ്പോൾ 20 പൈ ഇൻറ്റു 10 സെക്കൻഡ് ഹാഫ് ഇൻറ്റു ആൽഫ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4 പൈ ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പം ടൈം 10 സെക്കൻഡ് അല്ലേ, 100 വരും. അപ്പോൾ 2 ഇൻറ്റു 4 2 പൈ വരും ഇൻറ്റു 100 200 പൈ 200 പൈ 400 പൈ വരും. ഇതാണ് തീറ്റയുടെ വാല്യൂ. മക്കളെ നമുക്കറിയാം ഒരു തവണ ഇവൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒറ്റ തവണ ഇവൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സബ്റ്റൻഡ് ചെയ്ത് വരുന്ന ആംഗിൾ നമുക്കറിയാം 2 പൈ റേഡിയൻ. അപ്പോൾ n ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ആംഗിളാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 2 പൈ എന്ന് എഴുതിക്കൂടെ. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു n ഇൻറ്റു 2 പൈ ആണ്. നമ്മളപ്പോൾ n കിട്ടും. n ഈസ് ഈക്വൽ ടു 400 പൈ ഡിവൈഡഡ് ബൈ 2 പൈ അല്ലേ. പൈയും പൈയും നമ്മൾ കട്ട് ചെയ്താൽ 400/2 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 200 വരും. നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻ ഇസ് ഈക്വൽ ടു 200 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ കറക്റ്റ് ചോയ്സ്. മനസ്സിലായോ? യെസ്. നൗ അടുത്ത നോക്കിയാൽ നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ചോദ്യം ഇതാണ്. ഫ്രം സോളിഡ് സ്പിയർ ഓഫ് മാസ് m and radius r, a spherical portion of radius r/2 is removed as shown in figure. Taking the gravitational potential v equal to 0 at r is equal to infinity, potential at the center of the cavity formed is. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കംപ്ലീറ്റ് സോളിഡ് സ്പിയർ ഉണ്ട്. ആ സോളിഡ് സ്പിയറിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്ത് കുറച്ച് മാസ് എടുത്ത് റിമൂവ് ചെയ്തു. നമ്മളെ മാസ് റിമൂവ് ചെയ്ത സമയത്ത് ക്യാവിറ്റിക്കുള്ളിൽ അനുഭവപ്പെടുന്ന ക്യാവിറ്റിയുടെ സെൻറ്ററിൽ ഉള്ള ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ നമുക്കറിയാം സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കംപ്ലീറ്റ് സ്പിയർ അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ക്യാവിറ്റിയിൽ റിമൂവ് ചെയ്ത മാസ് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കാണും. കംപ്ലീറ്റ് സ്പിയർ ഇതിൻ്റെ നടുക്കുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് ക്യാവിറ്റിയിൽ നമ്മൾ റിമൂവ് ചെയ്ത മാസ് അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാണുക. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമ്മളെടുത്തിരിക്കുന്ന കംപ്ലീറ്റ് സ്പിയറിൻ്റെ മാസ് നമുക്കറിയാം ക്യാപിറ്റൽ M ആണ് കേട്ടോ. ഇസ് ദ മാസ് ഓഫ് കംപ്ലീറ്റ് സ്പിയർ ആണ്. കംപ്ലീറ്റ് സ്പിയർ. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്ന് കൊടുത്തു. ക്യാവിറ്റിയിലോട്ടുള്ള ദൂരം, ക്യാവിറ്റിയുടെ സെൻറ്ററിലോട്ടുള്ള ദൂരം ഞാൻ സ്മോൾ r എന്ന് എടുത്തു. ഇത് ക്യാവിറ്റിയുടെ റേഡിയസ് ആണ്. അത് r/2 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സെൻറ്ററിൽ കംപ്ലീറ്റ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും നമ്മൾ ആദ്യം എടുക്കുകയാണ് കേട്ടോ. സോ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി കംപ്ലീറ്റ് സ്പിയർ ആണ്. കംപ്ലീറ്റ് സ്പിയർ നമ്മൾ അതിന് ഒരു സോളിഡ് സ്പിയറിൻ്റെ ഉള്ളിൽ, സോളിഡ് സ്പിയറിൻ്റെ ഇൻസൈഡ് റീജിയണിൽ ഒരു സോളിഡ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. -gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു 3r² മൈനസ് r² എന്നുള്ളതാണ് ഒരു കംപ്ലീറ്റ് സ്പിയർ. അതിൻ്റെ സോളിഡ് സ്പിയർ അതിൻ്റെ ഉള്ളിൽ, ഒരു കംപ്ലീറ്റ് സോളിഡ് സ്പിയർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു 3r² മൈനസ് r². നമ്മൾ r എന്ന് പറഞ്ഞാൽ r/2 അല്ലേ. അപ്പോൾ ഇത് r²/4 വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് -gm ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു നമ്മളെ 4 LCM എടുത്താൽ ന്യൂമറേറ്റർ വരുന്നത് 4 ഇൻറ്റു 3 12r² മൈനസ് r² 11r² വരും. ഈ r³ r² കട്ട് ചെയ്തേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി കംപ്ലീറ്റ് സ്പിയർ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി കംപ്ലീറ്റ് സ്പിയർ നമുക്ക് കിട്ടും. ഇക്വേഷൻ വരുന്നത് നോക്കിയാൽ 11 -11gm ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8r എന്ന് പറയുന്നതാണ് നമ്മൾ ആ എടുത്ത പോയിന്റിൽ, അതായത് ക്യാവിറ്റി ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ നടുക്കത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് സ്പിയർ ക്യാവിറ്റിയുടെ നടുക്കുണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. മനസ്സിലായോ മക്കളിനി? ആ റിമൂവ് ചെയ്ത പീസ് ഇതാണെന്ന് കരുതിക്ക്. ആ റിമൂവ് ചെയ്ത ആളുടെ മാസ് നമുക്കതിൻ്റെ റേഡിയസ് അറിയാം. റേഡിയസ് എന്ന് പറയുന്നവർ r/2 എന്നാണ് ഇരിക്കുന്നത്. r/2 റിമൂവ് ചെയ്ത ആളുടെ മാസ് നമുക്കറിയില്ല. ഞാനത് m' എന്ന് കൊടുത്തു. അപ്പോൾ ഈ റിമൂവ് ചെയ്ത മാസ് അതിൻ്റെ നടുക്കുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അതിനാദ്യം മാസ് കിട്ടണം. മാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടോട്ടൽ മാസ് നമുക്ക് m ആണെങ്കിൽ ദി മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സ്പിയർ നമുക്ക് കണ്ടുപിടിക്കാം. മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് m ഡിവൈഡഡ് ബൈ 4/3 πr³ അല്ലേ. അപ്പോൾ ഇതല്ലേ മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടേണ്ടത് എന്താ? നമുക്ക് കിട്ടേണ്ടത് ഇവൻ്റെ മാസ് കിട്ടണം.
ഇവൻ്റെ മാസ് കിട്ടാനായിട്ട് മാസ് പെർ യൂണിറ്റ് വോളിയം അറിയാമെങ്കിൽ മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമ്മൾ ആ സ്പിയറിൻ്റെ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെ ഈ സ്പിയറിൻ്റെ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇവൻ്റെ മാസ് കിട്ടും. സോ ദിസ് ഈസ് m ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ r/2 ഓൾ ക്യൂബാണ്. നമ്മളെ കട്ട് ചെയ്ത് പോകുന്ന ഏതൊക്കെയാണെന്ന് നോക്കി. ഈ 4/3 പൈ ആർ ക്യൂബും ഈ 4/3 പൈ ആർ ക്യൂബും കട്ടായി. അപ്പോൾ നമുക്ക് ഇവൻ്റെ മാസ് കിട്ടുന്നത് m ഡാഷ് ഇസ് ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ 2ൻ്റെ ക്യൂബ് എത്രയാണ് 8 എന്ന് കിട്ടി. m ഡിവൈഡഡ് ബൈ 8 കിട്ടി. അതാണ് ഈ സ്പിയറിൻ്റെ മാസ്. ഇനി നമുക്ക് എവിടെയാണ് ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എവിടുത്തെ കണ്ടുപിടിക്കേണ്ട ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ? മക്കളെ ഇതിൻ്റെ നടുക്കത്തെയാണ്. നടുക്കത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ അറ്റ് ദി സെൻറ്റർ ഓഫ് എ സ്പിയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു -3/2 gm/r ആണ്. ഇത് ശരിക്കും ആർ എന്ന് പറയുന്നത് ഒരു ആർ റേഡിയസ് ഉള്ള ആൾ അതിൻ്റെ നടുക്കുണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. ആർ റേഡിയസ് ഉള്ള ആൾ ആർ റേഡിയസ് ഉള്ള ഒരു സ്പിയർ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് -3/2 gm/r എന്ന് പറയുന്നത്. ഇവിടെ ആറല്ല റേഡിയസ്, എത്ര r/2 ആണ്. അപ്പം ഞാനിവിടെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ റിമൂവ്ഡ് സ്പിയർ ആണ് കേട്ടോ. റിമൂവ്ഡ് സ്പിയർ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ റിമൂവ്ഡ് സ്പിയർ എടുത്താൽ -3/2 g ഇൻറ്റു മക്കളെ ഇവൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു m/8 ബൈ ആറിൻ്റെ സ്ഥാനത്ത് r/2 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് r/2 ആണ്. ഈ 2 നമ്മൾ കട്ട് ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ റിമൂവ്ഡ് സ്പിയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -3 gm ഡിവൈഡഡ് ബൈ 8r ആണ്. -3 gm ഡിവൈഡഡ് ബൈ 8r ആണ് നമ്മുടെ റിമൂവ്ഡ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. മക്കളെ അങ്ങനെയെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ റിമൈനിങ് സ്പിയർ ആണ്. റിമൈനിങ് സ്പിയർ കിട്ടാനായിട്ട് ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്താൽ പോരെ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ കംപ്ലീറ്റ് സ്പിയർ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ കംപ്ലീറ്റ് സ്പിയർ മൈനസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ റിമൂവ്ഡ് സ്പിയർ ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ റിമൂവ്ഡ് സ്പിയർ. മക്കളെ കംപ്ലീറ്റ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ മൈനസ് റിമൂവ്ഡ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് റിമൈനിങ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ റിമൈനിങ് മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മൈനസ് ചെയ്തേ. കംപ്ലീറ്റ് സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? -11 gm ഡിവൈഡഡ് ബൈ 8r മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3 gm ഡിവൈഡഡ് ബൈ 8r. മക്കളെ 8r LCM എടുത്താൽ ന്യൂമറേറ്റർ വരുന്ന കണ്ടോ, -11 gm പ്ലസ് 3 gm എന്ന് പറയുമ്പോൾ -8 gm എന്ന് വന്നു. ഏത് കട്ടായിപ്പോയി? 8 കട്ടായാൽ -gm ഡിവൈഡഡ് ബൈ r എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ, -gm/r എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ. കറക്റ്റ് യെസ്, ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക കേട്ടോ. -gm ഡിവൈഡഡ് ബൈ r എന്നുള്ളതായിരിക്കും അവിടുത്തെ റിമൈനിങ് മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ഒരു ക്യാവിറ്റി, ഒരു സോളിഡ് സ്പിയറിൻ്റെ അകത്തൊരു ക്യാവിറ്റി ഫോം ചെയ്താൽ റിമൈനിങ് മാസ് ആ ക്യാവിറ്റിയുടെ നടുക്കുണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ സ്കെയിലർ ആയതുകൊണ്ട് നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് സ്പിയർ അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എടുക്കുക. കംപ്ലീറ്റ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നേരെ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, -gm/2r³ × 3r² - r² ആണ്. അതാണ് കംപ്ലീറ്റ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. അതിൽ ആറിൻ്റെ സ്ഥാനത്ത് r/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, റിമൂവ്ഡ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാണുമ്പോൾ ആദ്യം റിമൂവ്ഡ് സ്പിയറിൻ്റെ മാസ് കണ്ടുപിടിക്കണം. അതിന് മാസ് പെർ വോളിയം അറിയാമെങ്കിൽ അത് വെച്ച് മാസ് കിട്ടും. പിന്നെ എടുക്കേണ്ടത് നമ്മുടെ സെൻറ്ററിലെ പൊട്ടൻഷ്യലാണ്. ഒരു സോളിഡ് സ്പിയറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ സോളിഡ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നമുക്കറിയാം -3/2 gm/r ആണ്. ഈ r എന്ന് പറയുന്നത് r റേഡിയസ് ഉള്ള ആൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റേഡിയസ് r അല്ല, r/2 ആയതുകൊണ്ടാണ് ഞാനിവിടെ r/2 ഇട്ട് കൊടുത്തത്. മാസിലും മാറ്റം വരും, അത് m-ന് വരെ m/8 കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിമൂവ്ഡ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കിട്ടും. എങ്കിൽ നമുക്ക് ബാക്കി കിട്ടാനായിട്ട് റിമൈനിങ് സ്പിയർ ഉണ്ടാക്കുന്ന കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. മനസ്സിലായോ? യെസ്. എന്നാലും അടുത്ത് നോക്കി. 2 wires of same length and radius are joined end to end and loaded. 2 വയർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു ലോഡ് അറ്റാച്ച് ചെയ്തു. Young's modulus of the material of the 2 wires are y1 and y2. The combination behaves as a single wire, then its Young's modulus is. ഇവിടെ 2 വയേഴ്സ് എടുത്തിരിക്കുകയാണ് കേട്ടോ. 2 വയറുകളിൽ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു ലോഡ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇത് രണ്ടെണ്ണമാണേ, രണ്ടായിട്ട് തന്നെ കാണിക്കും. ഇതാ, എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തേക്കുക. അപ്പം ഞാനിതിൻ്റെ ലെങ്ത്ത് L1 അല്ലേ, സെയിം ലെങ്ത്താണ്. അപ്പോൾ ഇത് L എടുത്തോളുക. ഇതിൻ്റെ യങ്സ് മോഡുലസ് Y1, ഇതിൻ്റെ ലെങ്ത്തും L ആണ്, ഇതിൻ്റെ യങ്സ് മോഡുലസ് Y2. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു ലോഡ് അറ്റാച്ച് ചെയ്തു, ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ F/A ഇൻറ്റു ഡെൽറ്റ L/L ആണ്. അപ്പോൾ ഈ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, F ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഇൻറ്റു Y ആണ്. ശരിക്കും ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/Y ആണ്. അപ്പോൾ ആദ്യത്തവനുണ്ടായ ഇലോങ്ങേഷൻ ഡെൽറ്റ L1, രണ്ടാമത്തെ ഡെൽറ്റ L2 ആണെങ്കിൽ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 ആണ്. മനസ്സിലായോ? അപ്പോൾ ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ L എന്ന് പറയുന്നത് ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ Y എഫക്റ്റീവ് ആണ്. ഡെൽറ്റ L1 എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ L1 എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു ആദ്യത്തവൻ്റെ ലെങ്ത് L അല്ലേ, ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് Y1. ഡെൽറ്റ L2 എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു L ഡിവൈഡഡ് ബൈ Y2 ആണ്. നമ്മൾ L എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെയും കൂടെ മൊത്തം ലെങ്താണ്. സോ ദാറ്റ് ഈസ് 2L ഡിവൈഡഡ് ബൈ Y എഫക്റ്റീവ് ആണ്. മനസ്സിലായോ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ മൊത്തം ലെങ്താണ്, അത് 2L ബൈ എഫക്റ്റീവ് യങ്സ് മോഡുലസ്. ആദ്യത്തവൻ്റെ ഇലോങ്ങേഷൻ അവൻ്റെ ലെങ്ത് ബൈ യങ്സ് മോഡുലസ്, രണ്ടാമത്തെ ഇലോങ്ങേഷൻ ഇവൻ്റെ ലെങ്ത് ബൈ യങ്സ് മോഡുലസ് ആണ്. ആണോ? ഇനി ഇതൊരു സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെൽറ്റ L എന്ന് പറയുന്നത് ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 അല്ലേ. നമ്മൾ ഡെൽറ്റ Lൻ്റെ വാല്യൂ കൊടുക്കുക, 2L ഡിവൈഡഡ് ബൈ Y എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ Y1 പ്ലസ് L ഡിവൈഡഡ് ബൈ Y2 ആണ്. മനസ്സിലായോ? L തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2/Y എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു Y1 Y2 LCM എടുത്താൽ ന്യൂമറേറ്റർ വരുന്നത് Y1 പ്ലസ് Y2 എന്ന് പറയും. അപ്പോൾ Y എഫക്റ്റീവാണ് നമുക്ക് വേണ്ടത്. Y എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് വരട്ടെ, ഈ Y1 Y2 ഇങ്ങോട്ട് വന്നാൽ 2Y1 Y2 ഡിവൈഡഡ് ബൈ Y1 പ്ലസ് Y2 എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. 2Y1 Y2 ഡിവൈഡഡ് ബൈ Y1 പ്ലസ് Y2 ആയിരിക്കും എഫക്റ്റീവ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓക്കെ, നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കേട്ടോ, ഒരു ചെറിയ ബ്രേക്ക്, അത് കഴിയുമ്പോൾ മടങ്ങി വരാം. ഓക്കെ. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മെറ്റീരിയൽസ് ഹാവിംഗ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി 3K ആൻഡ് K, thickness D and 3D. They are joined to form a slab as shown in figure. The temperature of the outer surfaces are theta1 and theta2 and theta1 respectively. Theta2 greater than theta1. The temperature at the interfaces, നമ്മൾ ഇതിനിടയിലുള്ള ഇൻ്റർഫേസിലെ ടെമ്പറേച്ചറാണ് കേട്ടോ. നമ്മളപ്പോൾ ഇത് theta2 theta1 എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇൻ്റർഫേസിലെ ടെമ്പറേച്ചർ തീറ്റ എന്നെടുത്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും അല്ലേ. അതായത് കണ്ടക്ഷൻ കറണ്ട് റേറ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ്, the rate of conduction എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് കണ്ടക്ഷൻ കാണാൻ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ Q ബൈ ഡെൽറ്റ T ആണല്ലോ റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. KA ഇൻറ്റു ഡെൽറ്റ T ബൈ ഡെൽറ്റ X എന്നോ അല്ലെങ്കിൽ L എന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഡെൽറ്റ T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, L എന്ന് പറയുന്ന രണ്ട് സൈഡും തമ്മിലുള്ള ലെങ്ത് ആണ്. ശരിയാണോ? A എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ
അവിടുത്തെ റേറ്റ് ഓഫ് കണ്ടക്ഷൻ, ഇതിനിടയിലെ റേറ്റ് ഓഫ് കണ്ടക്ഷൻ തന്നെയായിരിക്കും ഇവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റിൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി 3K എന്ന് കൊടുക്കാം. ഇൻറ്റു എയ്ക്ക് മാറ്റമൊന്നുമില്ല, എ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇത് ഹയർ ടെമ്പറേച്ചർ, അപ്പോൾ θ2 മൈനസ് θ ഡിവൈഡഡ് ബൈ ഡി അല്ലേ. ഇതാണ് ആദ്യ ഭാഗത്തെ ആദ്യത്തെ മെറ്റീരിയലിലെ റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് ഈക്വൽ ടു രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ കെ ഇൻറ്റു ഏരിയയ്ക്ക് വ്യത്യാസമില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്, ഇൻറ്റു θ മൈനസ് θ1 ഡിവൈഡഡ് ബൈ 3D എന്ന് വരും. അത് മനസ്സിലായോ മക്കളെ? ഇവിടുത്തെ റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് 3KA ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ഡി ആണ്. രണ്ടാമത്തെ ഭാഗത്ത് റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് KA ഇൻറ്റു θ മൈനസ് θ1 ബൈ 3D ആണ്. ഇത് നോക്കിയേ, ഇതിൽ ഈ ഡി തമ്മിൽ കട്ട് ചെയ്യാം മക്കളെ, KA തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് വരിക 3 ഇൻറ്റു 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 9 θ2 മൈനസ് θ ഇസ് ഈക്വൽ ടു θ മൈനസ് θ1 എന്നായി. എക്സ്പാൻഡ് ചെയ്തേ, 9 θ2 മൈനസ് 9 θ ഇസ് ഈക്വൽ ടു θ മൈനസ് θ1. 9 θ2 മൈനസ് 9 θ ഇസ് ഈക്വൽ ടു θ മൈനസ് θ1. നമ്മളെ ഈ 9 θ അങ്ങോട്ട് പോട്ടെ, 9 θ2 മൈനസ് 9 θ, മറ്റേ ആൾ ഇങ്ങോട്ട് വരട്ടെ. അപ്പം 9 θ2 പ്ലസ് θ1, 9 θ2 പ്ലസ് θ1 ഇസ് ഈക്വൽ ടു 9 θ പ്ലസ് θ 10 θ എന്ന് തോന്നുന്നു. ആണോ? നിങ്ങളോട് തീറ്റയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ θ ഈസ് ഈക്വൽ ടു നമ്മളെ 10 വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 θ2 ബൈ 10 പ്ലസ് θ1 ഡിവൈഡഡ് ബൈ 10 ആണ്. 9 θ2 ബൈ 10 പ്ലസ് θ1 ബൈ 10 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഇൻ്റർഫേസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. 9 θ2 ബൈ 10 പ്ലസ് θ1 ബൈ 10 ആണ്. 9 θ2 ബൈ 10 9 θ2 ബൈ 10 പ്ലസ് θ1 ബൈ 10 ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ചോയ്സ് വരിക. മനസ്സിലായല്ലോ? ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഓസിലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ പാർട്ടിക്കിൾ ഈസ് മേക്കിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എക്സ് ആക്സിസ് ഇഫ് ഡിസ്റ്റൻസ് x1 and x2 from the mean position, velocity of the particles are v1 and v2 respectively. Time period of its oscillation is given by. അപ്പോൾ വെലോസിറ്റിയും പൊസിഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. v is equal to omega into root of a square minus x square ആണ്. v is equal to omega into root of a square minus x square എന്നുള്ളതാണ് വെലോസിറ്റിയും ഓസിലേറ്റ് ചെയ്യുന്ന ആളുടെ പൊസിഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡ് അങ്ങ് സ്ക്വയർ ചെയ്താൽ v സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ആദ്യം നോക്കിക്കേ, വെലോസിറ്റി v1 ആയിരിക്കുന്ന സമയത്ത് പൊസിഷൻ x1 ഉം രണ്ടാമത് വെലോസിറ്റി v2 ആയിരിക്കുന്ന സമയത്ത് പൊസിഷൻ x2 അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. വെലോസിറ്റി v1 ആയിരിക്കുന്ന സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് x1 ആണ്. അപ്പോൾ v1 സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടാമത് വെലോസിറ്റി v2 ആയിരിക്കുന്ന സമയത്ത് പൊസിഷൻ x2 ആണ്. അപ്പോൾ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ആണ്. ഇക്വേഷൻ നമ്പർ 2 ആണോ? ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എടുത്തേ. അപ്പോൾ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് രണ്ടിടത്തെ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ക്യാൻസൽ ആവും. ഇനി 1 മൈനസ് 2 എടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും. അപ്പോൾ ഒമേഗ സ്ക്വയർ x2 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ x1 സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഞാൻ 1 മൈനസ് 2 എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളെ 1 മൈനസ് 2 ആണ്. എന്തായാലും ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ക്യാൻസലായി. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ആയി. അപ്പോൾ ഒമേഗ സ്ക്വയർ x2 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ x1 സ്ക്വയർ ആണ്. ഇതിനകത്തൊന്ന് നോക്കിയേ, v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് കിട്ടി. മക്കളെ ഇതിൽ നിന്ന് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ബൈ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ വരുന്നത് റൂട്ട് ഓഫ് v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ബൈ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് വന്നു. v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ബൈ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ആണ് ഒമേഗയുടെ വാല്യൂ. ഒമേഗ അറിയാമെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളെ ടൈം പീരീഡ് അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എത്രയാണ്? 2π ബൈ ഒമേഗയാണ്. സോ ഇറ്റ് ഈസ്
2 pi by ഒമേഗ എഴുതുമ്പോൾ തിരിഞ്ഞു വരും റൂട്ട് ഓഫ് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ആണ് ടൈം പീരീഡ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2 pi ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ആണ് ടൈം പീരീഡ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം തിൻ റോപ്പ് ഓഫ് ലെങ്ത് 12 meter and mass 6 kilogram hangs vertically from a rigid support and a block of mass 2 kilogram is attached to its free end. A transverse short wave train of wavelength 6 centimeter is produced at the lower end of the rope. What is the wavelength of the wave train when it reaches the top of the rope? എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു റോപ്പ് ഹാങ് ചെയ്തേക്കും അല്ലേ, ഇതിൻ്റെ അറ്റത്തായിട്ടൊരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു റോപ്പ് ഹാങ് ചെയ്തിട്ട് ഒരു മാസ് അറ്റാച്ച് ചെയ്തേക്കുന്നു. ഇത് ഫിക്സഡ് ആണ് കേട്ടോ. മാസ് 6 kg ആണ്. അപ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് ഇതിൻ്റെ വെയിറ്റ് ഉണ്ട് 6 g ഉണ്ട്. റൈറ്റ്. ഇവർ പറയുന്നത് ഇവിടുന്ന് താഴെ നിന്നൊരു വേവ് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ റോപ്പിൻ്റെ മാസ് വന്നിട്ടുണ്ടല്ലോ, റോപ്പിൻ്റെ മാസാണ് 6 kg കേട്ടോ. റോപ്പിൻ്റെ മാസ് 6 kg യും മറ്റേത് 2 kg ആണ്. ബ്ലോക്കിൻ്റേത് 2 kg ആണ്. അപ്പോൾ താഴോട്ടുള്ള വെയിറ്റ് 2 g എന്ന് വരും. റോപ്പിൻ്റേത് 6 kg ഉണ്ട്. ആണോ? അപ്പോൾ ഇതിനകത്തൊന്ന് നോക്കി, ഒരു വേവ് താഴെ നിന്ന് മുകളിലോട്ട് പോവുകയാണ്. ട്രാൻസ്വേഴ്സ് ഷോർട്ട് വേവ് ട്രെയിൻ ഓഫ് വേവ് ലെങ്ത് 6 cm is produced at the lower end. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 6 cm. ഇത് ഏറ്റവും ടോപ്പിലെത്തുമ്പോഴുള്ള വേവ് ലെങ്ത് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. നമുക്കത് λ2 എന്നെടുക്കാം. മനസ്സിലായോ? നമ്മളൊരു വേവ് ഒരു റോപ്പിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു വേവ് ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ റോപ്പിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. v is equal to root of t divided by mu ആണ്. നമ്മൾ ആ ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ടെൻഷനാണ്. ഏതൊരു സ്ഥലത്തെയും വെലോസിറ്റി എന്ന് പറയുന്നത് ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും. മ്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മ്യൂ എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റിയാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലേ. അപ്പം വെലോസിറ്റി എന്ന് പറയുന്ന റൂട്ട് ടി ബൈ മ്യൂ ആകുമ്പോൾ ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഏതൊരു സ്ഥലത്തെയും വെലോസിറ്റി വരിക. ഇനി v is equal to നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂ ലാംഡയാണ്. ആണോ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ റൂട്ട് ടി ബൈ ന്യൂ വരുന്നത്. അപ്പോൾ v is equal to ന്യൂ ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് ടി ബൈ മ്യൂ എന്ന് കൊടുക്കാം. മക്കളെന്ന് പറഞ്ഞാൽ ലാംഡ പ്രപ്പോർഷണൽ ടു റൂട്ട് ടി ആണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ λ2 ബൈ λ1 എടുത്താൽ അത് റൂട്ട് T2 ബൈ T1 ആണ്. T1 എന്ന് പറയുന്നത് ഇവിടുത്തെ ടെൻഷൻ. റൈറ്റ്. മക്കളെ T2 എന്ന് പറയുന്നത് ഇവിടുത്തെ ടെൻഷൻ. കറക്റ്റ് അല്ലേ? നമ്മൾ ഈ താഴത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ താഴത്തോട്ടുള്ള മാസിനെയല്ലേ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള അതിന് താഴോട്ടുള്ള വെയിറ്റിന് പ്രപ്പോർഷനിലാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് റൂട്ട് ഓഫ് താഴത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? 2 g ആണ്. നമ്മളെ മുകളിലെ ടെൻഷൻ എന്ന് പറയുന്നത് ഈക്വലൻ്റ് ടു താഴോട്ടുള്ള മൊത്തം വെയിറ്റാണ്. അത് 6+2 അല്ലേ, 6+2 ഇൻറ്റു g ആണ്. എന്ന് പറഞ്ഞാൽ അത് 8 g ആണ്. ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ മാസും കൂടെ ചേർന്നുണ്ടാക്കുന്ന ടെൻഷനാണ്. അപ്പോൾ അത് 6+2 8 ഇൻറ്റു g ആണ്. ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ താഴത്തോട്ടുള്ള വെയിറ്റ് ആണ്. അത് 2 g ആണ്. നമ്മൾ ജിയും ജിയും കട്ട് ചെയ്താൽ 8/2 4 വരും. അത് നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് λ2 ഈസ് ഈക്വൽ ടു 2 λ1 ആണ്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു λ1 എത്രയാണ്? 6 cm ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 cm എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് ആൻസർ. 12 cm ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ഇതാണ് മനസ്സിലാ, സെൻറ്റിമീറ്റർ തന്നെ അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 12 cm ആണ്. അപ്പോൾ ഓർത്തിരുന്നാൽ മതി, ഏതൊരു സ്ഥലത്തെയും ആ വേവ് ലെങ്ത് അല്ലെങ്കിൽ വെലോസിറ്റി ഒക്കെ ആ ഭാഗത്തെ ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തോട്ടുള്ള വെയിറ്റ്, ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തോട്ടുള്ള വെയിറ്റ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടാണ് അവിടുത്തെ വെലോസിറ്റിയും അവിടുത്തെ ആ വേവ് ലെങ്തും ഒക്കെ വരിക. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 2 particles A and B having charges 20 microcoulomb and -5 microcoulomb respectively are held fixed with a separation of 5 cm. At what position a third charged particle should be placed so that it does not experiences a net electric force? നമുക്ക് equilibrium പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്.
നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എടുക്കുവാണ്. ലെറ്റ് Q1 and Q2, if two charges having സെയിം പൊളാരിറ്റി, നമ്മളെ രണ്ട് ഒരേ പൊളാരിറ്റി ഉള്ള രണ്ട് ചാർജുകൾ നമ്മൾ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഒരേ പൊളാരിറ്റി അല്ല, ഡിഫറൻ്റ് ആണ് കേട്ടോ. രണ്ട് ചാർജുകൾ ഒരേ പൊളാരിറ്റി ഉള്ള രണ്ട് ചാർജുകൾ നമ്മൾ എടുക്കുക. ഇതിപ്പോൾ ഒരു +Q1ഉം നമ്മളെ ഇത് +Q2 ആണ്. ഇത് തമ്മിലുള്ള ദൂരം നമുക്കറിയാം ഒരു r ഡിസ്റ്റൻസാണ്. എങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 ആണെന്ന് എഴുതിക്കുക. ഈ ഇരിക്കുന്ന ആളുടെ മാഗ്നിറ്റ്യൂഡ് ഇതിനേക്കാൾ കൂടുതലാണ്. എങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ കുറഞ്ഞ മാഗ്നിറ്റ്യൂഡുള്ള ആളിൽ നിന്നുള്ള ദൂരമാണ്. ഈ ദൂരം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാതെ രണ്ടും ഒരേ പൊളാരിറ്റിയുള്ള ചാർജുകളാണെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് ആയിരിക്കും. ഇതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇക്വിലിബ്രിയം പൊസിഷൻ വരിക. മനസ്സിലായോ? ഒരേ പൊളാരിറ്റിയുള്ള ചാർജുകൾ വെച്ചാൽ ഇക്വിലിബ്രിയം ഇതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ രണ്ട് പോസിറ്റീവ് അല്ല രണ്ട് നെഗറ്റീവ് വയ്ക്കുകയാണ്. അത് പൊളാരിറ്റി മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളിൽ നിന്നുള്ള ഇക്വിലിബ്രിയം പൊസിഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. x = r / √Q2/Q1 +1 എന്നുള്ളതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറയുന്നത്, ജനറലി പറയുവാണ്. രണ്ടും ഒരേ പൊളാരിറ്റിയുള്ള ചാർജുകളാണെങ്കിൽ, ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവായിട്ട് വരുന്ന ചാർജുകളാണെങ്കിൽ ഇക്വിലിബ്രിയം എപ്പോഴും ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് ആയിരിക്കും. മനസ്സിലായോ? ഇനി എന്നാൽ അതിന് പകരം രണ്ടും ഡിഫറൻറ്റ് പൊളാരിറ്റിയുള്ള ചാർജുകളാണെന്ന് കരുതുക. ഇഫ് ടു ചാർജസ് ഹാവിങ് ഡിഫറൻറ്റ് പൊളാരിറ്റി, അപ്പോൾ ഒന്നെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് മറ്റേത് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് ചാർജുകൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരെണ്ണം ഇത് +Q1 എന്നെടുത്തു, അടുത്ത ഇവിടെ -Q2 എന്നെടുത്തു, തമ്മിലൊരു r ഡിസ്റ്റൻസിലാണ് എന്ന് കരുതിക്കേ. എങ്കിലും ഇവിടെ മനസ്സിലാക്കുക, ഇപ്പോൾ ഞാൻ പറയുന്നു ഈ Q2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ Q1 ആയിരിക്കും എന്ന് കരുതിക്കും. അതായത് ഇതാണ് മാഗ്നിറ്റ്യൂഡ് കൂടിയ ആളെന്ന് കരുതും. എങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ വരാൻ പോകുന്നത് എപ്പോഴും മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തായിരിക്കും. അത് വെളിയിൽ ഔട്ട്സൈഡിലായിരിക്കും കേട്ടോ, ഇൻ ബിറ്റ്വീൻ അല്ല, ഔട്ട്സൈഡിലായിരിക്കും. ഞാനത് x എന്ന് എടുത്തു. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിനടുത്തായിരിക്കും പിന്നെ ഇക്വിലിബ്രിയം വരിക. അപ്പോൾ രണ്ടും ഡിഫറൻറ്റ് പൊളാരിറ്റി ഉള്ള ചാർജുകളാണ്, ഒന്ന് പോസിറ്റീവും മറ്റേത് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ മക്കളെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് അതിലെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിനടുത്തായിരിക്കും. ഇത് കാണുന്നതിനുള്ള നമ്മുടെ ഇക്വേഷൻ ഇതാണ്. r / √Q2/Q1 -1 എന്ന് പറയുന്നതായിരിക്കും ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. x = r / √Q2/Q1 -1 ആയിരിക്കും ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി ഇവിടുത്തെ ചോദ്യം നോക്കുക, എളുപ്പമാണ്. ഇനിയിപ്പോൾ അതല്ലാതെ നമ്മൾ മാനുവലായിട്ടൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം കുറേ എടുക്കും. ഇത് എളുപ്പമാണ്. ഇവിടെ നോക്കി, രണ്ട് ഡിഫറൻറ്റ് പൊളാരിറ്റിയുള്ള ചാർജുകൾ. അപ്പോൾ ഇക്വിലിബ്രിയം എന്തായാലും ഇവിടെ ആയിരിക്കും, ഈ ഭാഗത്തായിരിക്കും ഇക്വിലിബ്രിയം. ഇവിടെ ആയിരിക്കും നെറ്റ് ഫോഴ്സ് 0 വരിക. നമ്മൾ ആ ഇക്വിലിബ്രിയം കിട്ടാനായിട്ട് നമ്മുടെ ഇക്വേഷൻ x = ആ ദൂരം കിട്ടാനായിട്ട് പറഞ്ഞ് r എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ √Q2 എന്ന് പറയുന്നത് എപ്പോഴും മാഗ്നിറ്റ്യൂഡ് കൂടിയ ആളുടെ വാല്യൂ ആണ് കേട്ടോ. പൊളാരിറ്റി ഒന്നും എടുക്കണ്ട, നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. √Q2 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ആ +1 -1 ഒക്കെ റൂട്ടിന് വെളിയിലാണ് കേട്ടോ. +1 -1 എന്നൊക്കെ റൂട്ടിന് വെളിയിലാണ്, റൂട്ടിനകത്താണെന്ന് കരുതിയത്. അപ്പോൾ നോക്കി, ഈ രണ്ട് പേരിൽ ആർക്കാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ? 20 μC. അപ്പോൾ കൊടുക്കാം 20 ബൈ മറ്റേയാളുടെ മാഗ്നിറ്റ്യൂഡ് 5, ഇനി -1 കൊടുക്കുക. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ, നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 4ൻ്റെ √2 2 - 1 1 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ അറ്റ് 5 സെൻറ്റിമീറ്റർ ഫ്രം -5 μC ഓൺ ദ റൈറ്റ് സൈഡ്. അറ്റ് 5 സെൻറ്റിമീറ്റർ ഫ്രം -5 μC ഓൺ ദി റൈറ്റ് സൈഡാണ്. -5 μC നിന്ന് 5 സെൻറ്റിമീറ്റർ മാറി വലതുവശത്തായിട്ടായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ വരിക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്ന ഫോഴ്സൊക്കെ എടുത്തിട്ട് അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് കണ്ടുപിടിച്ച് അത് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുത്താലും കിട്ടും. പക്ഷേ ഇതും പഠിച്ചു വെച്ചാൽ എളുപ്പമുണ്ട്. നമുക്ക് ഒരേ പൊളാരിറ്റിയുള്ള ചാർജ് ആണെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും അത് ഇവിടുന്ന് കിട്ടാനായിട്ട്, ഈ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളിൽ നിന്ന് കിട്ടാനുള്ള ദൂരമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ എപ്പോഴും ഓർത്തിരിക്കുക, ഡിഫറൻറ്റ് പൊളാരിറ്റി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തായിരിക്കും ഇക്വിലിബ്രിയം വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഓർത്തിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇതുപോലെ ആൻസർ കണ്ടുപിടിക്കാം. മനസ്സിലായോ? യെസ്. നൗ
C1 and C2 are the two hollow concentric cubes enclosing charges 2q and 3q respectively as shown in figure. Ratio of electric flux passing through C1 and C2 is മക്കളെ ഇത് അകത്തത് C1 വെളിയിലെ C2 കേട്ടോ. ഇതിൽ കൂടെയുള്ള ഫ്ലക്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഗോസസ് ലോ അനുസരിച്ച് നമ്മൾ പഠിക്കുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 ആണ്. ഗോസസ് ലോ അനുസരിച്ച് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലൺ 0 ആണ്. നമ്മളെ C1ൻ്റെ കാര്യത്തിൽ അയാൾ എൻക്ലോസ് ചെയ്തേക്കുന്ന ചാർജ് നോക്കി, ഞാൻ C1ൻ്റെ കാര്യം പറയുന്നു. C1ൽ കൂടെ ഉള്ള ഫ്ലക്സ് ഞാൻ 5 എന്ന് എടുത്തു. മക്കളെ C1 എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന ക്യൂബല്ലേ, ക്യൂബിൻ്റെ ഉള്ളിലെ ചാർജ് 2q ആണ്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് 2q ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 എന്ന് എടുക്കാം. അത് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ C1 എന്ന് പറയുന്നത് ഈ അകത്തെ ക്യൂബാണ്. അകത്തെ ക്യൂബിൻ്റെ ഉള്ളിലെ ചാർജ്, നമ്മൾ വെളിയിലെ ചാർജ് നോക്കണ്ട, എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അതിന് ഉള്ളിലെ ചാർജ് എന്ന് പറയുന്നത് നോക്കി, ഈ അകത്തെ ക്യൂബിൻ്റെ അകത്ത് വരുന്ന ചാർജ് 2q ആണ്. അപ്പോൾ അതിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് 2q ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 വരും. നമ്മളെ രണ്ടാമത്തെ ക്യൂബാണ് C2 എന്ന് പറയുന്നത്, വെളിയിലെ ക്യൂബാണ്. അപ്പോൾ അതിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, വെളിയിലിരിക്കുന്ന വലിയ ക്യൂബ് എടുത്താൽ അവൻ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുമ്പോൾ അത് ഇയാളുടെ ഉള്ളിലെ 3qയും വരും, മറ്റേ ആളുടെ ഉള്ളിലെ 2qയും വരും. പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കിയേ? നമ്മൾ ഔട്ട്സൈഡിലിരിക്കുന്ന വലിയ ക്യൂബ് നിങ്ങൾ എടുക്കുമ്പോൾ ആ വലിയ ക്യൂബിൻ്റെ ഉള്ളിലെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ആ വലിയ ക്യൂബിനകത്ത് ഓൾറെഡി ഒരു 3q ഉണ്ട്, കൂടാതെ ചെറിയ ക്യൂബിൻ്റെ ഉള്ളിൽ 2q ഉണ്ട്. അപ്പോൾ മൊത്തം എത്രയായി? 5q ആയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5q ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 എന്ന് വന്നു. മനസ്സിലായോ? അപ്പോൾ റേഷ്യോ പറഞ്ഞ് വാട്ട് ഈസ് 5(1) ഡിവൈഡഡ് ബൈ 5(2)? ഇറ്റ് ഈസ് 2q ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 ബൈ 5q ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. q തമ്മിൽ കട്ട് ചെയ്യാം, എപ്സിലൺ 0 കട്ട് ചെയ്താൽ ആൻസർ വരുന്നത് 2:5 എന്നായിരിക്കും ആൻസർ വരിക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. യെസ്, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് വരിക. 2:5 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മൂവിങ് ചാർജസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് P ഇൻ ഫിഗേഴ്സ്. The curved portion has a semicircle connected to the two long straight wires. നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 1 സ്ട്രെയിറ്റ് വയർ, 2 എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ, 3 എന്ന് പറയുന്നതും സ്ട്രെയിറ്റ് വയർ. ഇവർ ഓരോരുത്തരും അവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൂടെ നോക്കിയാലേ നമുക്ക് നെറ്റ് ഫീൽഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരുണ്ടാക്കുന്ന ഫീൽഡ് കാണണം, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, പിന്നെ നെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 1ൻ്റെ കേസിൽ ഞാൻ B1 എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ B1 എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് വയർ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാണ്. ഈ സ്ട്രെയിറ്റ് വയറിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു എൻഡിലായിട്ടാണ് ഈ പോയിന്റ് വന്നിരിക്കുന്നത്. ആണോ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയറിൻ്റെ ഒരു അറ്റത്ത് ഒരു എൻഡിൽ അയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. B is equal to μ0I ഡിവൈഡഡ് ബൈ 4πr നമ്മൾ പഠിച്ചിരിക്കുന്നത്. μ0I ഡിവൈഡഡ് ബൈ 4πr ആണ് ഒരു സ്ട്രെയിറ്റ് വയർ അവൻ്റെ ഒരു എൻഡിൽ ഉണ്ടാക്കുന്ന ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് വയർ അറ്റ് ഇറ്റ്സ് എൻഡ്, വൺ എൻഡ് എന്ന് പറയുന്നത് μ0I ഡിവൈഡഡ് ബൈ 4πr ആണ്. മക്കളിനി ആ ഫീൽഡ് എങ്ങോട്ടാന്ന് നോക്കി, നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കറണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻവേർഡ് ഡയറക്ഷനിലും താഴ്ഭാഗത്ത് ഔട്ട്വേർഡ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നേരെ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ വരും. അത് മനസ്സിലായോ? നമ്മുടെ ആ സ്ട്രെയിറ്റ് വയർ, മുകളിലെ സ്ട്രെയിറ്റ് വയർ, ഇതിൻ്റെ ഒരു എൻഡിൽ, ഈ നടുക്കത്തെ പോയിൻ്റാണ് പറയുന്നത്, ഒരു എൻഡിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് μ0I ബൈ 4πr. അത് താഴ്ഭാഗത്ത് നേരെ വരുന്നത് നേരെ വെളിയിലോട്ട് വരും. ഇനി രണ്ടാമത് നമുക്ക് വരുന്നത് സെമി സർക്കിളാണ്. സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം μ0I ഡിവൈഡഡ് ബൈ, കംപ്ലീറ്റ് സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ നടുക്കം μ0I ബൈ 2r അല്ലേ? കംപ്ലീറ്റ് സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ μ0I ബൈ 2r ആണ്. അപ്പോൾ സെമി സർക്കിൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ നേരെ പകുതിയല്ലേ വരത്തുള്ളൂ. സോ μ0I ഡിവൈഡഡ് ബൈ 4r എന്ന് വരും. റൈറ്റ് മക്കളെ, അതും എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? അത് നോക്കിയാൽ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ കർവ് ചെയ്യുക, കറണ്ട് ഇങ്ങനെ ലൂപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഫീൽഡ് വരുന്ന നേരെ വെളിയിലോട്ടാണ്. കറണ്ട് ലോപ്പ് ചെയ്യുന്ന സമയത്ത് ഫീൽഡ് നേരെ വെളിയിലോട്ട് വരും. ഇതാണ് ഔട്ട്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് വയർ ഉണ്ടാക്കുന്ന ഫീൽഡും സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ഫീൽഡും എടുത്തു. ഇനി മൂന്നാമത്തെ ആൾ അവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് നോക്കിയേ, ആ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് നമുക്കറിയാം 0 എന്തുകൊണ്ടാണ്? മൂന്നാമത്തെ വയർ ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് 0 ആകാൻ കാരണം ഇത് എലോങ് ഇറ്റ്സ് സെയിം ആക്സിസ് ആണ്. ഒരു സ്ട്രെയിറ്റ് വയർ
അതിൻ്റെ സ്വന്തം ആക്സിസിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ? 0 ആയിരിക്കും. സോ മൂന്നാമത്തെ വയറിനെ സംബന്ധിച്ച് അവൻ്റെ സ്വന്തം ആക്സിസിലാണ് ഈ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ആക്സിസിൽ അയാൾ ഉണ്ടാക്കുന്ന ഫീൽഡ് 0 ആയി. അപ്പോൾ നെറ്റ് ഫീൽഡ് കിട്ടാനായിട്ട് ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ബി നെറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് വരിക μ0I ഡിവൈഡഡ് ബൈ 4πr പ്ലസ് μ0I ഡിവൈഡഡ് ബൈ 4r ആണ്. നമ്മൾ അവരിതിനകത്ത് μ0I ഡിവൈഡഡ് ബൈ 2r വെളിയിലെടുത്തേക്കോ. μ0I ബൈ 2r വെളിയിലെടുത്താൽ പിന്നെ ഇതിനകത്തൊരു 1/2π വരും, പിന്നെ ഇതിൽ 1/2 വരും. അപ്പോൾ 1/2 പ്ലസ് 1/2π എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നടക്കുന്നു. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ചോയ്സ് കേട്ടോ. μ0I ബൈ 2r ഇൻറ്റു 1/2 പ്ലസ് 1/2π ആയിരിക്കും. 1/2 പ്ലസ് 1/2π ആയിരിക്കും ആൻസർ വരിക. പറഞ്ഞ് മനസ്സിലായല്ലോ? യെസ്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ two magnetic dipoles X and Y are placed at a separation D with their axes perpendicular to each other. The dipole moment of Y is twice that of X. Particle of charge Q is passing through their midpoint at an angle theta is equal to 45 degree with the horizontal line. ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇവിടുന്ന് ഒരു Q ചാർജ് ഉള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുക with the velocity v ആണ്. As shown in figure, what will be the magnitude of force on the particle at that instant? അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആയി വെച്ചിരിക്കുന്നത് കേട്ടോ. F is equal to Q ഇൻറ്റു നമ്മുടെ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് QVB sin θ ആണോ? അപ്പോൾ Q എന്ന് പറയുന്ന ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, v സ്പീഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണം. നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാനായിട്ട് നിങ്ങൾ നോക്കിയേ, ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത് ഇങ്ങനെ, അത് m എന്ന് തന്നിട്ടുണ്ട്. ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അത് 2m എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ച് ഇവൻ്റെ സ്വന്തം ആക്സിസിലാണ് വരുന്നത്. ഞാനപ്പോൾ ഈ മാഗ്നറ്റ് 1 എന്നും ഈ മാഗ്നറ്റ് 2 എന്നും കൊടുത്തു. മനസ്സിലായോ? അപ്പം ആ P എന്ന് പറയുന്ന പോയിന്റ് ഈ മാഗ്നറ്റിനെ സംബന്ധിച്ച് അവൻ്റെ സ്വന്തം ആക്സിസിലാണ്. എലോങ് ദ സെയിം ആക്സിസിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റിന് പാരലൽ. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് B1. മനസ്സിലായോ? നമ്മളെ ആദ്യം വെച്ചിരിക്കുന്ന ഈ മാഗ്നറ്റ് ഈ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എലോങ് ദ സെയിം ഡയറക്ഷൻ മാഗ്നറ്റിക് മൊമെൻ്റ് ആയിരിക്കും, കാരണം അവൻ്റെ ആക്സിയൽ ലൈനായത്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ മാഗ്നറ്റിനെ സംബന്ധിച്ച് അവൻ്റെ ഇക്വറ്റോറിയൽ ലൈനായത്, ഇക്വറ്റോറിയൽ ലൈനിൽ വരുന്ന പോയിന്റാണ്. രണ്ടാമത്തെ മാഗ്നറ്റിനെ സംബന്ധിച്ച് അയാളുടെ ഇക്വറ്റോറിയൽ ലൈനിൽ വരുന്ന പോയിൻ്റായത്. അപ്പം ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് മാഗ്നറ്റിക് മൊമെൻറ്റിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും. ഞാനത് B2 എന്ന് എടുത്തു. നമ്മൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് വരാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. ഈ സെയിം ഡയറക്ഷനിലായിരിക്കും B നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ബിയും വിയും പാരലാണ്. ബിയും വിയും പാരലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലേ? നമ്മളെ ബിയും വിയും പാരലാണെങ്കിൽ തീറ്റ 0 ഡിഗ്രി വന്നാൽ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയി. സോ ഓപ്ഷൻ 4 അല്ലേ കറക്റ്റ് ചോയ്സ്. മനസ്സിലായോ? കാരണം മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ഈ പറയുന്ന വെലോസിറ്റിക്ക് പാരലായിട്ടാണ്. നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് വിക്ക് പാരലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ പറയുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. In a coil of resistance 100 ohm, current is induced by changing the magnetic flux through it, as shown in figure. The magnitude of change in flux through the coil is. Magnetic flux ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് Q എന്ന് പറയുന്നത് is equal to ചാർജ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുള്ള ചാർജ് Q is equal to delta phi divided by R എന്നാണ് പഠിച്ചിരിക്കുന്നത്. സോ ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇതാണ്, Q ഇൻറ്റു R ആണ്. നമുക്ക് ആദ്യം ഇവിടെ Q കിട്ടിക്കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ചേഞ്ച് ഇൻ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്കൊരു കറണ്ട് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. കറണ്ട് ടൈം ഗ്രാഫിൽ നമുക്ക് ചാർജ് കിട്ടാനായിട്ട് നമുക്കറിയാം ഏരിയ അണ്ടർ IT ഗ്രാഫാണ്. കറണ്ട് ടൈം ഗ്രാഫാണ്, ഏരിയ അണ്ടർ കറണ്ട് ടൈം ഗ്രാഫാണ് ചാർജ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമുക്ക് ഹാഫ് BH ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഹാഫ് BH എടുത്താൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 0.5 വരും, ഇൻറ്റു ഹൈറ്റ്
10 വരും. അപ്പോൾ ഇത് 50/2 എത്ര വരും? ക്യൂ എന്ന് പറയുന്നത് 2.5 അല്ലേ, 2.5 കൂളംബ് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു റെസിസ്റ്റൻസ് 100 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 250 ഫ്ലക്സ് വെബർ ആയതുകൊണ്ട് 250 വെബർ എന്നുള്ളതായിരിക്കും ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ചോയ്സ്. മനസ്സിലായോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. An electromagnetic wave propagating in the x direction has a wavelength 8 millimeter. The electric field vibrating in the y direction has a maximum magnitude of 60 volt per meter. Choose the correct equations for electric and magnetic field if the EM wave is propagated in vacuum. മക്കളെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ടേമിൽ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. അതിന് കണ്ടോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോകുന്നത് എങ്ങോട്ടാണ്? മക്കളെ ഇവർ പറഞ്ഞിരിക്കുന്ന EM വേവ് പോകുന്നത് എലോങ് എക്സ് ഡയറക്ഷനിലാണ്. ഇതാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് എലോങ് വൈ ആക്സിസാണ്. ഇങ്ങനെയാണ്, എലോങ് വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എലോങ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടത് എലോങ് ഇസഡ് ആക്സിസാണ്. നമ്മൾ അതിനൊരു പോയിൻറ്റിംഗ് വെക്ടറൊക്കെ പഠിക്കുന്നുണ്ട്. ഡയറക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസ് ബിയുടെ ഡയറക്ഷനാണ് അല്ലേ. ഈ ക്രോസ് ബിയുടെ ഡയറക്ഷനിലായിരിക്കും ആര് പോവുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമ്മളതിന് പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞൊരു വെക്ടറൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിപ്പോൾ ജെ യൂണിറ്റ് വെക്ടർ ജെ, ഇത് കെ. അപ്പോൾ ജെ ക്രോസ് കെ എടുത്തു കഴിഞ്ഞാൽ ജെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു നമുക്ക് ഐ എന്ന് കിട്ടിക്കോളും. അപ്പോൾ ഈ ഐ ക്യാപ് ഡയറക്ഷനിലായിരിക്കും EM വേവ് പോവുക. അപ്പോൾ എപ്പോഴും ഈ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഐ പോകുന്നു, ഇത് ജെ ആണെങ്കിൽ ഇത് കെ ആയിരിക്കും. അപ്പം EY BZ ആണ്. ഇതിപ്പോൾ എല്ലാം EY BZ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇത് EY BZ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നിരിക്കുന്നത്. അതിലല്ല കാര്യം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. മക്കളെ അതിന് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ ഔട്ട്സൈഡ് എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. E0 sin k ഇൻറ്റു എക്സ് മൈനസ് സി ടി എന്നും പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. E0 sin k ഇൻറ്റു എക്സ് മൈനസ് സി ടി 2π/λ ഇൻറ്റു എക്സ് മൈനസ് സി ടി എന്നും പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇത് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ള ഫോർമാറ്റാണ് കേട്ടോ. ഈക്വൽ ടു E0 sin kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ഫോർമാറ്റാണ് നമ്മൾ ഈ തന്നിരിക്കുന്നത് കേട്ടോ. EY ഇത് EY ആണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ BZ അതുപോലെ തന്നെ എഴുതി കാണിക്കാം. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് നോക്കിയാൽ നമുക്ക് E0 തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 വോൾട്ട് പെർ മീറ്റർ ആണ്. നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് തന്നാൽ നമുക്ക് അപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് C is equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ. C is equal to E0/B0 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് B0 ഇങ്ങനെ എഴുതാം. E0 ഡിവൈഡഡ് ബൈ C ആണ്. മക്കളെ E0 എന്താ? E0 വന്നിട്ടുണ്ട് 60. C എത്രയാണ്? 3 × 10⁸ ആണ്. അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്താൽ ഇവിടെ 10⁷ വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 വരും. പിന്നെ മേളിലോട്ട് കയറ്റി എഴുതിയാൽ B0യുടെ വാല്യൂ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 × 10⁻⁻7 എന്ന് കിട്ടും. അത്രയും ടെസ്റ്റിലെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 × 10⁻⁻7 ആണ്. ഇനി നമുക്ക് കെയുടെ വാല്യൂ കിട്ടണം അല്ലേ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടണം. കെയുടെ വാല്യൂ കിട്ടാനായിട്ട് നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ളത് വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 8 മില്ലിമീറ്റർ എന്ന് വന്നിട്ടുണ്ട്. ലാംഡയുടെ വാല്യൂ 8 മില്ലിമീറ്റർ ആണ്. നമ്മൾ ലാംഡ 8 മില്ലിമീറ്റർ ആണെങ്കിൽ കെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ പഠിക്കുന്നത് 2π/λ അല്ലേ. നേരെ കൊടുത്താൽ 2π ഡിവൈഡഡ് ബൈ ലാംഡ വരുന്നത് 8 × 10⁻³ വരും. 2ഉം 4ഉം കട്ട് ചെയ്യാം, 8ഉം കട്ട് ചെയ്യാം. ഇവിടെ 4 വന്നില്ലേ മക്കളപ്പോൾ ഇത് വരിക K is equal to π/4 × 10⁻³ എന്ന് വരും. K is equal to π/4 × 10⁻³. ഇനി ഓരോന്നായിട്ട് എഴുതിക്കേ. ആദ്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിക്കും. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത് EY is equal to E0 എത്രയാ? 60 sin കെയുടെ വാല്യൂ π/4 × 10⁻³ അല്ലേ. π/4 × 10⁻³ ഇൻറ്റു കെ കഴിഞ്ഞാൽ പിന്നെ എക്സ് മൈനസ് സി എന്ന് പറയുമ്പോൾ 3 × 10⁸ കറക്റ്റ് അല്ലേ. EY is equal to 60 sin π/4 × 10⁻³ ഇൻറ്റു എക്സ് മൈനസ് 3 × 10⁸ × t ആണ്. മക്കളെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. B0 സൈൻ കെ ഇൻറ്റു എക്സ് മൈനസ് സി ടി ആണ്.
നേരെ കൊടുത്താൽ ബി സെഡ് ഇസ് ഈക്വൽ ടു ബി സെഡുടെ വാല്യൂ എത്രയാണ്? ഇതേ കിടക്കുന്നു 2 ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു സൈൻ കെയുടെ വാല്യൂ π/4 ഇൻറ്റു 10⁻³ ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു 10⁸ ഇൻറ്റു ടി ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് യൂണിറ്റ് വെക്ടർ എഴുതുമ്പോൾ അവിടെ ജെ ക്യാപ്പ്, ഇതാണെങ്കിൽ യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ്, വെക്ടർ ഫോമിലാണ് ഇടുന്നതെങ്കിൽ ജെ ക്യാപ്പ്, ഇതാണെങ്കിൽ കെ ക്യാപ്പ്. അപ്പോൾ അവരങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സെയിം ഓപ്ഷൻ 2 ആണ് നമുക്ക് കറക്റ്റ് ചോയ്സ് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി 32 watt/m² passes through the combination of 3 Polaroids such that the pass axis of the last Polaroid is perpendicular to that of the pass axis of the first Polaroid. If intensity of emerging light is 3 watt/m², angle between pass axis of first 2 Polaroid is. മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് 3 പോളറൈസിങ് ഷീറ്റുകൾ നമ്മൾ വെച്ചിരിക്കുക. ഇങ്ങനെ ഞാൻ അതിനൊരു ജനറൽ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇങ്ങനെ 3 പോളറൈസിങ് ഷീറ്റുകൾ വെച്ചിരിക്കുക. ഇത് 1, ഇത് 2, ഇത് 3. നമ്മൾ ഈ 1ഉം 2ഉം തമ്മിലുള്ള ആംഗിൾ തീറ്റ. അപ്പോൾ 2ഉം 3ഉം തമ്മിലോ 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഇതിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളോട് ആദ്യത്തെ ക്രിസ്റ്റലിൽ വന്നൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നിരിച്ചു. ആദ്യത്തേലൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നിരിച്ചു. അത് കടന്നു പോയിട്ട് മൂന്നാമത്തെ പോളറൈസറിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഇൻറ്റൻസിറ്റിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. മക്കൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം, എഴുതി കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തേലൂടെ കടന്നു പോകുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി നമ്മൾ എപ്പോഴും എഴുതുന്നത് I0/2 ആണ്. അൺപോളറൈസ്ഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു ക്രിസ്റ്റലിൽ ഇടിച്ചാൽ അതിലൂടെ കടന്നു പോകുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും I0/2 ആണ്. മക്കളെ ഇത് നേരെ രണ്ടാമത്തെ ക്രിസ്റ്റലിലോട്ട് ചെല്ലുമ്പോൾ ഉള്ള ഇൻറ്റൻസിറ്റി കാണാൻ നമ്മൾ ലോ ഓഫ് മാലസാണ് ഉപയോഗിക്കുന്നത്. അത് I0/2 ഇൻറ്റു cos² തീറ്റയാണ്. ഇത് മൂന്നാമത്തെ ക്രിസ്റ്റലിലോട്ട് ഇടിക്കുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത് I0/2 ഇൻറ്റു cos² തീറ്റ. ഇതാ ചെന്ന് ഇടിക്കുന്നത്. ഇൻറ്റു അടുത്തത് cos² 90 മൈനസ് തീറ്റയാണ്. അതായത് ഇങ്ങനെ ലോ ഓഫ് മാലസ് എഴുതുന്നത് നമ്മൾ. ഇതാ മൂന്നാമത്തേലോട്ട് ഇടിക്കുമ്പോൾ അത് ചോദിച്ചാൽ മൂന്നാമത്തേലോട്ട് ഇടിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം നമുക്ക്. മൂന്നാമത്തെ ക്രിസ്റ്റലിലൂടെ ഉള്ളത് I3 is equal to I2 ഇൻറ്റു cos² 90 മൈനസ് തീറ്റയാണ്. I2 ഇൻറ്റു ആ വന്നിരിക്കുന്ന ഇൻറ്റൻസിറ്റി ഇൻറ്റു cos² ഈ ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. അത് ലോ ഓഫ് മാലസ് തന്നെയാണ് കേട്ടോ. ഞാൻ I2ൻ്റെ വാല്യൂ കൊടുത്തായി എഴുതിയേക്കുന്നത്. മക്കളെ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. I0/2 ഇൻറ്റു cos² തീറ്റ ഇൻറ്റു cos² 90 മൈനസ് തീറ്റയെ നമുക്ക് sin² തീറ്റ എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ ഞാനൊരു 4 വെച്ചിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്തരം ക്വസ്റ്റ്യൻ ഏത് കിട്ടിയാലും നമുക്ക് നേരെ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ I3 is equal to മക്കളെ ഇത് വരുന്ന I0/2 ഇൻറ്റു 4 8 ഇൻറ്റു ഇവിടെ 4 sin² തീറ്റ cos² തീറ്റ ഉണ്ട്. അതിനെ നമുക്ക് 2 sin തീറ്റ cos തീറ്റ ദ ഹോൾ സ്ക്വയർ ആണ്. 2 sin തീറ്റ cos തീറ്റ ഹോൾ സ്ക്വയർ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. I0/8 ഇൻറ്റു 2 sin തീറ്റ cos തീറ്റയെ നമുക്ക് sin 2 തീറ്റ എന്ന് കൊടുക്കാം. അതിൻ്റെ സ്ക്വയർ sin² 2 തീറ്റ വരും. സോ മൂന്നാമത്തേലൂടെ കടന്നു വരുമ്പോൾ ഇൻറ്റൻസിറ്റി ചോദിച്ചാൽ ദേ ഒറ്റ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. I0/8 ഇൻറ്റു sin² 2 തീറ്റ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ക്രിസ്റ്റലിലൂടെ കടന്നു വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. I0/8 ഇൻറ്റു sin² 2 തീറ്റ. നമ്മൾ ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ക്രിസ്റ്റൽ വെച്ചിട്ട് 1ഉം 3ഉം പെർപെൻഡിക്കുലർ, 1ഉം 3ഉം പെർപെൻഡിക്കുലറും അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ഒരു ക്രിസ്റ്റലും വെക്കുവാണ്. 1ഉം 3ഉം പെർപെൻഡിക്കുലറും അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ടാമത്തെ ഒരു ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞാലുള്ള ഇൻറ്റൻസിറ്റിയാണ് I0/8 ഇൻറ്റു sin² 2 തീറ്റ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഓക്കെ അൺപോളറൈസ്ഡിൻ്റെ ഇൻറ്റൻസിറ്റി പറഞ്ഞിട്ടുണ്ട് 32 watt/m² അല്ലേ. ഇത് വന്ന് ഇടിച്ചിട്ട് ലാസ്റ്റത്തിലൂടെ കടന്നു വരുന്ന ഇൻറ്റൻസിറ്റി പറയുന്നുണ്ട് 3 watt/m² അല്ലേ. അപ്പോൾ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ. നമ്മൾ I3യുടെ സ്ഥാനത്ത് 3, I0യുടെ സ്ഥാനത്ത് 32/8 ഇൻറ്റു sin² 2 തീറ്റ അല്ലേ. അപ്പോൾ 8 32 ഇവിടെ 4 വന്നു. അപ്പോൾ sin² 2 തീറ്റ ഈസ് ഈക്വൽ ടു 3/4 ആണ്. നമ്മളപ്പോൾ sin 2 തീറ്റ എന്ന് പറയുന്നത് √3/2 ആണ്. എന്ന് പറഞ്ഞാൽ 2 തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? 30 ഡിഗ്രി വരും. കണ്ടോ, ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസറായി. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ മാനുവലായിട്ട് ചെയ്ത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കാണാതെ പഠിച്ചാൽ മതി. 1ഉം 3ഉം
പെർപെൻഡിക്കുലർ ആണെങ്കിൽ 1 3 പെർപെൻഡിക്കുലറും 2 ഇതിൻ്റെ ഇടയിലും വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി എപ്പോഴും ഓർത്തോണം. ഇറ്റ് ഈസ് ഈക്വൽ ടു I0/8 ഇൻറ്റു സൈൻ സ്ക്വയർ 2θ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? യെസ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്പീഡ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ബോസ് 7 ഓർബിറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം ഈസ് 3.6 ഇൻറ്റു 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ്. ദ കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റ് ഈസ്. അപ്പോൾ ഇവിടെ സ്പീഡും ഓർബിറ്റൽ നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. ഈ പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. n എന്ന് പറയുന്ന ഓർഡർ ഓഫ് ഓർബിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ 7th ഓർബിറ്റ് തന്നിട്ടുണ്ട്, തേർഡ് ഓർബിറ്റ്. അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കുകയാണ്, റേഷ്യോ V3/V7 എടുത്തു കഴിഞ്ഞാൽ അത് V3/V7 എന്ന് പറയുമ്പോഴത്തേക്ക് 7/3 എന്ന് വരും അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ഓർഡർ വരുന്നത് റിവേഴ്സ് ഓർഡറിൽ വരും, 7/3 വരും. മകളപ്പോൾ V3 എന്ന് പറയുന്നത് 7/3 ഇൻറ്റു V7 തന്നിട്ടുണ്ട് 3.6 ഇൻറ്റു 10⁻⁶ ആണ്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാൻ പറ്റും. 8.4 ഇൻറ്റു 10⁻⁶ ആയിരിക്കും ആൻസർ വരിക കേട്ടോ. 8.4 ഇൻറ്റു 10⁻⁶ ആയിരിക്കും. മനസ്സിലായോ? യെസ്. അത് കട്ട് ചെയ്യുമ്പോൾ 1.2 വരും കേട്ടോ. 1.2 വരും. 1.2 ഇൻറ്റു 7 എടുത്താൽ മതി. നോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഹാവിംഗ് റേഡിയസ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് വിത്ത് മാസ് നമ്പർ 1/2 ഈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. 1 എന്ന് വല്ലതും എടുത്തു. പിന്നെ മാസ് നമ്പർ നമ്മൾ A1 എന്ന് എടുക്കും. അവൻ്റെ റേഡിയസ് R1 ആണ്. രണ്ടാമത് 2 എടുക്കുന്നു. അവൻ്റെ മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 192 ആണ്. ഇവൻ്റെ റേഡിയസ് നമ്മൾ R2 എന്ന് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഹാവിങ് റേഡിയസ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് അനദർ വൺ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R2/2 ആണ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? മാസ് നമ്പർ ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയസ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് ദി സെക്കൻഡ് വൺ ആണ്. ആദ്യത്തെ മാസ് നമ്പർ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് റേഡിയസും മാസ് നമ്പറും കണക്ട് ചെയ്യുന്ന റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ടോ? അപ്പോൾ R is equal to R0 ഇൻറ്റു A⁻⁴ അല്ലേ? അപ്പോൾ ആദ്യത്തവൻ്റെ കേസിൽ ഞാൻ R0 ഇൻറ്റു R1ൻ്റെ ആണ് R0 ഇൻറ്റു A1⁻⁴ ഇസ് ഈക്വൽ ടു R2ൻ്റെ കേസിൽ R0 ഇൻറ്റു A2⁻⁴/2 എന്ന് വരും. കറക്റ്റ് അല്ലേ? കാരണം R1ൻ്റെ വാല്യൂ R2/2 ആണ്. R2 ആണ് R0, A2⁻⁴/2. അടുത്ത R0 A1⁻⁴ ആണ്. അപ്പോൾ ഈ R0 തമ്മിൽ കട്ട് ചെയ്യാം. നമ്മളെ A1⁻⁴ ക്യൂബ് നമ്മൾ രണ്ട് സൈഡ് ക്യൂബ് ചെയ്തേ. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു A2/8 എന്ന് വരും. ആണോ? A2/8 ആണ്. A2 നമുക്ക് തന്നിട്ടുണ്ട് 192/8 വരും. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. 24 എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ വരിക കേട്ടോ. 24 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ചോയ്സ്. മനസ്സിലായോ? യെസ്. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി നമുക്ക് അത്യാവശ്യം ഒരു JEE മെയിൻ്റെ ലെവലിൽ വരുന്ന ആ ഒരു ആവറേജ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ ക്വസ്റ്റ്യൻ എല്ലാവരും ഡിസ്കസ് ചെയ്ത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് ഒരിക്കൽ കൂടി നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് വേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് ഏറ്റവും നന്നായിട്ട് നല്ല പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പോയി നന്നായിട്ട് എക്സാമുകൾ എഴുതുക. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.